Good morning to one and all present here, our honored dignitaries, guests, faculties, and friends. We are all joined together as a family to celebrate the World Blood Donor Day and to spread the awareness of blood donation. It is an honor itself to honor this beautiful audience who gathered here for the cause of humanity. Myself, Andrea Jose, first year BSc MLT, feel privileged to extend my heartily congratulations be a part of this social event on the behalf of Lisi College of Allied Health Science. As we all know, blood is the base of every human life, and there is no life without blood. This makes its value priceless. Every year on June 14, organizations all around the globe celebrate World Blood Donor Day. And even that raises awareness to the importance that donating blood means to the health industry, as the range of user is way more diverse than anyone thinks. Blood donation is the act of giving blood to someone who needed it. It is not giving just about giving blood, but an act of kindness that saves the life of many. We can't imagine that donating one bag of blood can be so beneficial to the human race. Despite this pandemic, donors in many countries have continued to donate blood and plasma to patients who needed a transfusion. Here, I once again welcome you all to this event on the behalf of Lisi College of Allied Health Science. Prayer works wonders. Prayer should spring from the heart. Thinking of that supreme power who made all this possible, let's start this function with a prayer song. ജ്ഞാനത്തിൻ കൈത്തിരി നാളം തെളിയും സ്നേഹപ്രഭാമയ തീരം. ജ്ഞാനത്തിൻ കൈത്തിരി നാളം തെളിയും സ്നേഹപ്രഭാമയ തീരം. മാനവ സൗഹൃദ ബോധന നിലയം മോഹനമീ താഴ്വാരം. മാനവ സൗഹൃദ ബോധന നിലയം മോഹനമീ താഴ്വാരം. ജ്ഞാനത്തിൻ കൈത്തിരി നാളം തെളിയും സ്നേഹപ്രഭാമയ തീരം. സാദരം വാഴുമി ജ്ഞാനപ്രദായിനി മാധുര്യത്തേൻ മലർക്കാവ്. സാദരം വാഴുമി ജ്ഞാനപ്രദായിനി മാധുര്യത്തേൻ മലർക്കാവ്. സോദരർ ഹൈന്ദവർ ക്രിസ്ത്യർ മുസൽമാൻ തോഴരായി വാഴും പൂങ്കാവ്. സേവന വീതിയിൽ കൈകോത്തുന്നായി ചേതന ചേർക്കുമീ വീട്. നീരിൻ ചക്രാലയിൽ ആത്മസതീർത്തിയ നാരായമീന്തുമീ വീട്. നീരിൻ ചക്രാലയിൽ ആത്മസതീർത്തിയ നാരായമീന്തുമീ വീട്. ജ്ഞാനത്തിൻ കൈത്തിരി നാളം തെളിയും സ്നേഹപ്രഭാമയ തീരം. ജ്ഞാനത്തിൻ കൈത്തിരി നാളം തെളിയും സ്നേഹപ്രഭാമയ തീരം. ധ്യാന തൃശാമന മേവും ഗുരുമുഖം ഏകും ധനാത്മകമൂല്യം. ധ്യാന തൃശാമന മേവും ഗുരുമുഖം ഏകും ധനാത്മകമൂല്യം. മൗനാക്ഷരങ്ങളിൽ ഭാവന തോകിയ പൂഞ്ചിറകീകുമി ബാല്യം. മൗനാക്ഷരങ്ങളിൽ ഭാവന തോകിയ പൂഞ്ചിറകീകുമി ബാല്യം. Now, I would like to invite our Honorable Principal, Dr. Shabir Iqbal, a seasoned scholar and navigator of flagships of knowledge, to welcome the gathering. I welcome you, sir. Thank you. Most respected Reverend Father Dr. Paul Karede, Director, Lisi Medical Education Institution. Most respected Reverend Father Jyoti Telekat, Assistant Director. And my beloved and respected friend
Anu Catherine, Department of Pathology, AIMS, Cochin. My respected teachers, dear students. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ അച്ഛന്മാരുടെ പെർമിഷനോട് കൂടി ഒരു വാക്ക് ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ഈ പരിപാടിയുടെ മാത്രമല്ല, കഴിഞ്ഞ 1.5 മാസത്തോളമായി നമ്മൾ ലോക്ക്ഡൌണിലാണെങ്കിലും എനിക്ക് തോന്നുന്നു റെഗുലർ ക്ലാസ്സുകൾ നടക്കുന്ന സമയത്തിന് ഉള്ളതിനേക്കാൾ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട്, അതായത് എക്സലൻഷ്യ, മീറ്റ് ദ ടോക്ക് സീരീസ്, മീറ്റ് ദ സ്റ്റുഡൻസ്, മെരി ടോക്ക് സീരീസ്, എൻവയോൺമെന്റൽ ഡേ, ഇപ്പോൾ ബ്ലഡ് ഡോണേഴ്സ് ഡേ, ഇങ്ങനെ എല്ലാ ആഴ്ചകളിലും പരിപാടികൾ, അതായത് അക്കാദമിക്കും അതേപോലെ നിങ്ങളുടെ കരിക്കുലവും നിങ്ങളുടെ വ്യക്തിത്വ സാമൂഹ്യ പ്രതിബദ്ധതയൊക്കെ വളർത്തിക്കൊണ്ടുവരാനുള്ള പരിപാടികളായി നിങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളത് അഭിമാനിക്കുന്നു. അച്ഛന്മാരുടെ സാന്നിധ്യത്തിൽ ഞാൻ ഈ അവസരം നിങ്ങളെ അഭിനന്ദിക്കാൻ ഉപയോഗിക്കുകയാണ്. എല്ലാവർക്കും അതിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകർക്കും എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ബ്ലഡ് ഡോണേഴ്സ് ഡേയെ കുറിച്ചൊന്നും ഞാൻ അധികം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം അറിയാവുന്നതാണ്. അതിലുപരി അതിൻ്റെ വർത്തമാനകാല പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമ്മുടെ ബഹുമാന്യ അധ്യാപകരും വിദ്യാർത്ഥികളും ഹരിസാറും എബിൻ ഒക്കെ ക്ലാസ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ ദീർഘിപ്പിക്കാതെ എൻ്റെ കടമയിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഇന്നത്തെ ദിവസം ജൂൺ 14, അതുപോലെ ഇതൊരു തിങ്കളാഴ്ചയാണ്. സമയം രാവിലെ 10 മണിയാണ്. നമ്മുടെ ഡയറക്ടർ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ബിസിയുള്ള ഒരു ഷെഡ്യൂൾ ടൈമാണ് ഈ സമയം. എന്നിരുന്നാലും ഞാൻ നേരിട്ട് കൊണ്ടുപോയി ആവശ്യപ്പെട്ടപ്പോൾ, അഭ്യർത്ഥിച്ചപ്പോൾ തന്നെ എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ പങ്കെടുക്കാൻ ശ്രമിക്കുമെന്ന് ആദ്യം തന്നെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ വാക്ക് തരികയും ആ വാക്ക് പാലിക്കാൻ ഇവിടെ എത്തിച്ചേരുകയും ചെയ്ത അങ്ങയുടെ മഹനീയ സാന്നിധ്യത്തിന് പോൾ കരേഡൻ അച്ഛനോട് ഞാൻ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം ഫാദർ. അതുപോലെ നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ജോർജ് തേലക്കാട്ട്, നമ്മുടെ ഏറ്റവും മികച്ച പിന്തുണയുമായി നമ്മളെ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ അച്ഛൻ, ബഹുമാനപ്പെട്ട അച്ഛനെയും ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം ഫാദർ. അതുപോലെ എൻ്റെ പ്രിയ സുഹൃത്തും റെസ്പെക്റ്റഡ് ഫാക്കൽറ്റിയുമായിട്ടുള്ള മിസ്സസ് അനു കാതറിൻ, എയിംസ് കൊച്ചിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പാത്തോളജി ലെക്ചറാണ്. ഇന്ന് ആശംസ അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന മാഡത്തിനെയും ഞാൻ ഈ പരിപാടിയിലേക്ക് ഞങ്ങൾക്ക് ഏവർക്കും വേണ്ടിയിട്ട് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം മാഡം. അതുപോലെ നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ്, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കടമയിൽ നിന്ന് വിരമിക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു. Thank you, sir. Every good gift and every perfect gift is from above, coming down from the Father of light. Today, we are blessed to have a gifted person, a truest shepherd of all the lambs, who constantly extends his love and support to all the high prospects of institution. With great honor and respect, may I invite Reverend Father Dr. Paul Karaden, Director of Lizzie Medical and Education Institution, to inaugurate the function. ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഷബീർ സാർ, ഇവിടുത്തെ സ്റ്റാഫ് അംഗങ്ങളെ, ഫാക്കൽറ്റി മെമ്പേഴ്സ്, സ്റ്റുഡൻസ്, ഇന്ന് ഞങ്ങൾക്ക് പ്രത്യേകമായി ഫെലിസിറ്റേഷൻ ആയിട്ട് എത്തിയിരിക്കുന്ന അനു കാതറിൻ മാഡം, അതുപോലെ തന്നെ ഹരികുമാർ സാർ, ഏറ്റവും പ്രധാനമായിട്ടുള്ള ടോക്കുകളും കാര്യങ്ങളും ഇൻഫർമേഷൻസും ഒക്കെ നിങ്ങൾക്ക് ഉടനെ തുടർന്നുള്ള കാര്യങ്ങളിൽ നിന്ന് ലഭ്യമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഷബീർ സാറ് എൻ്റെ അടുത്ത് ഈ കഴിഞ്ഞ ദിവസം ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയാൻ വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷം എനിക്ക് തോന്നി. ബിക്കോസ് ഇറ്റ്സ് നോട്ട് എനിത്തിങ് എൽസ്, ബട്ട് ഐ നോ in this COVID situation, when this pandemic has struck us so much and everything is locked down and shut down, I think our children, our students, together with the faculty, have done marvelous things. എന്നോട് ജോർജ് അച്ഛനും പറഞ്ഞതാണ്, DMLT കോളേജിനെ കുറിച്ച് അച്ഛന് യാതൊരുവിധ വിഷമമില്ല. കാരണം ലോട്ട് ഓഫ് തിങ്സ് ആർ ബീങ് ഡൺ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ബിക്കോസ് വി ഹാവ് എ വെരി എനർജറ്റിക്, enthusiastic, well-determined staff who are working together with our principal, and things are going very smoothly. I am very, very happy about the college. നിങ്ങൾ എല്ലാവരും കൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മളുടെ
നമ്മളുടെ തന്നെ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. When you come together and organize things, and when you get opportunities to present, when you get opportunity to learn more, when you get opportunity to mingle with the community beyond the Lissi Hospital community, it is a great opportunity for all of you. And as you know, our department, especially college, Lissi School, College of Allied Health Sciences, are progressing, and I hope we get more and more courses in the near future. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയുന്നത്, നമുക്ക് ഇന്നേ ദിവസം ഞങ്ങൾ കാലത്തോട്ട് ഫംഗ്ഷനിലായിരുന്നു. രാവിലെ ഞങ്ങൾ ബ്ലഡ് ബാങ്കിൽ പോയി. ജോർജ് അച്ഛൻ ഇന്ന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ട്, കാലത്ത് തന്നെ ഡൊണേറ്റ് ചെയ്തിട്ടാണ് ഇന്നിപ്പോൾ ഈ പ്രോഗ്രാമിൽ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഡൊണേഷൻ്റെ സ്ഥലത്തായിരുന്നു. ഷനു അച്ഛനും ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു. വേറെ കുറേ പേര് ഇന്ന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് കുറേ ബ്ലഡ് ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. ഒരു 10-30 പ്രാവശ്യമെങ്കിലും ഞാൻ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഡയബറ്റിക് ഒക്കെ വന്നതുകൊണ്ട് കൊടുക്കാൻ പറ്റൂല. ആഗ്രഹിച്ചാലും കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലായി. But when you are healthy and when you are able to donate blood to somebody, അത് നമുക്ക് അറിയാൻ പോലും പാടില്ലാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ. നമ്മൾ കൊടുക്കുന്ന ബ്ലഡ് ആർക്കാ ചെല്ലണേ, എവിടേക്കാ പോകണമെന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ പാടില്ല. പക്ഷേ ദിസ് ഈസ് എ റിയൽ ചാരിറ്റി. ഈശോ ആഗ്രഹിക്കുന്ന ഒരു ചാരിറ്റി അത് തന്നെയാണ്. എന്ന് പറയാൻ നമ്മൾക്ക് ആർക്ക് പോലെ കൊടുക്കണേന്നും വലത് കൈ ചെയ്യുന്ന ഇടത് കൈ അറിയരുത് എന്ന് പറയുന്നത് പോലെ ഒരിക്കലും ഒരാളറിയാതെ ചെയ്യുന്ന ഒരു സൽപ്രവൃത്തിയാണ് ബ്ലഡ് ഡൊണേഷൻ. എനിക്ക് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എനിക്ക് ഓ പോസിറ്റീവാണ്. അത് കാരണം കൊണ്ട് എനിക്ക് യൂണിവേഴ്സൽ ഡോണർ ആയിരുന്നുകൊണ്ട്, ഞാൻ കൊച്ചനൊക്കെ ആയിരിക്കുമ്പോൾ, ഞാൻ ചേർത്തലയായിരുന്നു ആ സമയത്ത്, ഏറ്റവും കൂടുതൽ ആക്സിഡന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എപ്പോഴും ബ്ലഡ് കൊടുക്കാൻ സാധ്യതകളുണ്ടായിരുന്നു. ഐ യൂസ് ടു വോളണ്ടിയർ ആൻഡ് ഗോ ആൻഡ് ഗീവ്. ബ്ലഡ് കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് വേറൊരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു. ഞാൻ ജോർജിനെ കളിയാക്കായിരുന്നു. ബ്ലഡ് കൊടുക്കുന്നത് ഒരു ഫ്രൂട്ടിയുടെ ഒരു ഇതും കിട്ടും, പിന്നെ ഒരു ബിസ്ക്കറ്റും കിട്ടും. അത് വലിയൊരു സാധനമായിരുന്നു പണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ. അപ്പൊ അതുപോലെ എനിക്ക് തോന്നുന്നു ബ്ലഡ് സന്തോഷമായിട്ട് കൊടുക്കാൻ ഒക്കെ ഒരു സൗകര്യം നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊക്കെ കൂടുതലും വർക്ക് ചെയ്യുന്നതും സഹായിക്കുന്നതും ഡയാലിസിസ് യൂണിറ്റിലാണ്. നമുക്ക് ഓൾമോസ്റ്റ് 100 ഡയാലിസിസ് ഓരോ ദിവസം നടക്കുകയാണ്. ഇത്രയും വലിയൊരു ഡയാലിസിസ് യൂണിറ്റ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ കാണാൻ കുറവായിരിക്കും എനിക്ക് തോന്നുന്നത്. വി ആർ ഗിവിംഗ് ലോട്ട് ഓഫ് സർവീസസ് ടു പീപ്പിൾ. അതുകൊണ്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനും വളരാനും ഒക്കെ ഉള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ നിങ്ങളുടെ ബ്ലഡ് ബാങ്കൊക്കെ നമ്മളുടെ പോയി കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബിക്കോസ് നമുക്ക് അത്രമാത്രം നല്ല ഒരു ബ്ലഡ് ബാങ്ക് നമുക്കുണ്ട്. അതിൻ്റെ കോമ്പോണൻസ് വേർതിരിക്കാനായിട്ടുള്ള സൗകര്യങ്ങളും സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ദർ ആർ ലോട്ട് ഓഫ് സ്റ്റാഫ് വർക്കിംഗ് ഇൻ അവർ ബ്ലഡ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ ഞാൻ ആശംസിക്കുന്നു. ഇന്ന് നല്ല സംസാരിക്കാനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന അനു കാത്രീൻ, അതുപോലെ തന്നെ ഹരികുമാർ സാറും. എനിക്ക് തോന്നുന്നു ഇന്നത്തെ പ്രത്യേക സാഹചര്യങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിൽ നിങ്ങളോട് സംസാരിക്കുന്നു എനിക്ക് തോന്നുന്നു. സോഷ്യൽ തെറപ്യൂട്ടിക് ആസ്പെക്ട്സ് ഓഫ് ബ്ലഡ് ഡൊണേഷനെ കുറിച്ച് സാറ് പറയുന്നുണ്ട്. തീർച്ചയായും അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇങ്ങനെയുള്ള നല്ല സംരംഭങ്ങൾ, സോഷ്യൽ അവയർനെസ്സും നമുക്ക് ചെയ്യാവുന്ന നന്മകളെ കുറിച്ചുള്ള ബോധ്യങ്ങളും രൂപപ്പെടുത്തുന്ന പ്രോഗ്രാമുകൾ ചെയ്യുന്ന DMLT കോളേജിനെ പ്രത്യേകമായിട്ട് ഞാൻ അഭിമാനത്തോടെ നിങ്ങളുടെ മുമ്പിൽ തന്നെ പ്രസന്റ് ചെയ്ത് നന്ദി പറയുന്നു. ഏറ്റവും നന്നായിട്ട് നമുക്ക് ഈ പ്രോഗ്രാം മുമ്പോട്ട് പോകട്ടെ. നല്ല മക്കളായിട്ട് വളരാനും ഏറ്റവും നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആളുകളായിട്ട് മാറാനും ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഇടവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടെ I declare this program inaugurated and open, and thank you very much. God bless you all. Thank you, Father, for your thought-provoking address. Your kind words warmed our hearts. For this year, 2021, the theme of World Blood Donor Day is Give Blood and Keep the World Beating.
This message highlights the essential contribution of blood donors make to keep the world pulsating by saving lives and improving others' health. Now, we will have theme release of the day in the presence of Reverend Father Dr. Paul Carradine. Thank you, Father. We are delighted to have these good speakers with us. Their presence is our honor. To felicitate this event, I heartily welcome Mrs. Anu Catherine, Lecturer, Department of Pathology, AIMS Cochin. We are equally honored to have you with us today. I welcome you, ma'am. Thank you, Andrea. Good morning, all. Respected Father Paul Carradine, Director, Assistant Director, Lissi Medical and Educational Institutions, Dr. Shabir Iqbal, Principal, Lissi College of Allied Health Sciences, dear faculty members and most loving students. First of all, I would like to thank the management and Shabir sir for providing me this opportunity to felicitate on this Blood Donor Day. As Father Carradine mentioned, you are fortunate to have as a young, vibrant Shabir sir, headed by Shabir sir, and that his team was very enthusiastic in organizing such programs of social awareness. I express my sincere gratitude and I congratulate all the voluntary donors of this group. അതായത് ഒത്തിരിയും വോളണ്ടറി ബ്ലഡ് ഡോണേഴ്സ് ഈ ഗ്രൂപ്പിലുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അവരെ എല്ലാവരെയും എൻ്റെ സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡും കൺഗ്രാറ്റുലേഷൻസും അറിയിക്കുന്നു. As the previous speakers mentioned, World Blood Donor Day is celebrated on 14th June each year, and it was started by WHO in 2005 to commemorate the birthday of Dr. Karl Landsteiner. He was a Nobel laureate for his discovery of ABA blood group system, and each year they have a theme, and for this year the theme is Give Blood and Keep the World Beating. A special focus of this year's campaign will be the role of young people in ensuring a safe blood supply. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് യങ് ആയിട്ടുള്ള വൈബ്രന്റ് ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പൊ പോളച്ചൻ പറഞ്ഞതുപോലെ ഇപ്പൊ നമുക്കൊരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡിസ്ക്രിമിനേഷൻ ഏജ് ഉണ്ട്. ആ ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. So you are the people and the world is in your hands. So you can give blood and keep the world beating. The need for blood is universal. പറഞ്ഞ പോലെ തന്നെ യൂണിവേഴ്സൽ ആണ്. ഒത്തിരി നീഡി റെസിപ്പിയൻസ് ആർ ദെയർ, ബട്ട് നമുക്ക് ആ ഒരു റിക്വയർമെന്റ് അനുസരിച്ച് എപ്പോഴും നമുക്കത് സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് ആക്സസ് ടു ബ്ലഡ് ഫോർ ഓൾ ദോസ് ഹു നീഡ് ഇസ് നോട്ട്. To ensure that everyone who needs safe blood has access to it, all countries need voluntary unpaid donors who give blood regularly. നമ്മൾ എപ്പോഴും ഓർഗൻ ഡൊണേഷന്റെ കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്. എപ്പോഴും നമുക്ക് ലിസി was one of the pioneers in organ transplantation also. അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു സോളിഡ് ഓർഗൻ ഡൊണേഷൻ ചെയ്യാൻ പറ്റുമോ? അപ്പൊ നമ്മളുടെ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട്, നമ്മളുടെ പേരൻസിന്റെ റെസ്ട്രിക്ഷൻ, അങ്ങനെ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ആക്ച്വലി ആ ഒരു ഓർഗൻ ഡൊണേഷനിലെ പാർട്ട് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഐ എം ഷുവർ ദാറ്റ് ദിസ് ബ്ലഡ് ഡൊണേഷൻ ഇറ്റ്സ് എ ലിക്വിഡ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ്. സോ യു ക്യാൻ ഓൾ ബി എ പാർട്ട് ഓഫ് ദിസ് ലിക്വിഡ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ്. And the need for blood donation, especially in case of rare blood groups, as all of you know, നമ്മുടെ ലാസ്റ്റ് ഇയറിൽ ഒത്തിരി സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് കുറെ പബ്ലിക് ഇൻട്രസ്റ്റ് സീക്ക് ചെയ്ത കാര്യങ്ങളാണ് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ്. അതുപോലെ ലാസ്റ്റ് ഇയറിൽ വന്നത് പി നളിന് വേണ്ടിയുള്ള ഓട്ടമായിരുന്നു. കുറെ സെർച്ച് ചെയ്തു, അങ്ങനെ അവസാനം ഇറ്റ് വാസ് ഫൗണ്ട് ഔട്ട് ആൻഡ് ഇറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു സേവ് ദ ലൈഫ് ഓഫ് ദറ്റ് കിഡ്. And as all of you know, each blood donor can save the life of 4 needy recipients. As Anupriya mentioned, this blood components can be separated. Whole blood is collected. It can be separated into its components, that is PRBC, WBC, platelets, and plasma fractions. All this can be delivered to separate recipients. So at a time, നമുക്കൊരു 4 ലൈഫിനെയാണ് സേവ് ചെയ്യാൻ പറഞ്ഞത്. പോളച്ചൻ പറഞ്ഞ പോലെ നമുക്ക് സെയിം ടൈമിൽ നമ്മളുടെ മറ്റു കൈ അറിയാതെ, ഇടത് കൈ ചെയ്യുന്ന വലത് കൈ അറിയാതെ നമുക്ക് 4 പേരുടെ ലൈഫാണ് സേവ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ബി എ പാർട്ട് ഓഫ് ദ ലിക്വിഡ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. ആൻഡ് ഈച്ച് വൺ ഓഫ് യു ഹു ആർ ഫിറ്റ് ഇൻ ടു ദിസ് ക്രൈറ്റീരിയ ഫോർ ബ്ലഡ് ഡൊണേഷൻ ഷുഡ് ഡൊണേറ്റ് ഇറ്റ് 4 times a year. നമുക്കറിയാം 3 മാസത്തെ ഗ്യാപ്പിലാണ് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ RBCയുടെ ലൈഫ് സ്പാൻ അതായത് 120 days ആണ്. അതാണ് ആ ഒരു 3 monthsന്റെ ഗ്യാപ്പ് പറയുന്നത്. അപ്പോൾ ഒരു വോളണ്ടറി ഡോണർക്ക് നമുക്ക് ഒരു 4 പ്രാവശ്യം ഒരു വർഷത്തിൽ ഡൊണേറ്റ് ചെയ്യാം.
And before this deadly pandemic, we have regular blood donation camps. Regular blood donation camps in association with IMA and other medical institutions. It was a regular program, monthly അല്ലെങ്കിൽ bi-monthly അങ്ങനത്തെ പ്രോഗ്രാംസും donors were selected. പക്ഷെ ഇപ്പൊ നമുക്ക് അതിനുള്ളൊരു പ്രൊവിഷൻ ഇല്ല. നമുക്ക് ആ ഒരു റെഗുലർ ആയിട്ടുള്ള ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്സ് നടത്താനോ അപ്പം അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മളുടെ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് സ്റ്റുഡൻസ് കോളേജുകളിലാണ് ഏറ്റവും സ്ട്രെങ്ത് ആയി വൈബ്രന്റ് ആയിട്ടുള്ള എനർജറ്റിക് കുട്ടികളുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ മുന്നോട്ട് വരിക, അതിന് ഇൻട്രസ്റ്റ് കാണിച്ച് മുന്നോട്ട് വരിക. അങ്ങനെ ഒരു ബ്ലഡ് ഡൊണേഷൻ ഫോറം തന്നെ എക്സിസ്റ്റിംഗ് ഉണ്ട്, മിക്കവാറും കോളേജുകളിൽ സാംറ്റിന്റെ നേതൃത്വത്തിലൊക്കെ ഉണ്ട്. എങ്കിലും അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് ഇയേഴ്സ് വന്ന കുട്ടികളെ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ബി എ പാർട്ട് ഓഫ് ദ ലിക്വിഡ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ്. ആൻഡ് അതുപോലെ തന്നെ ഇപ്പൊ കോവിഡ് പാൻഡമിക് ആണ്, നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്കിടയിലും റെഗുലർ ആയിട്ട് ഡൊണേഷൻ നടക്കുന്ന കൺട്രീസും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങളുടെ അറിവിലേക്ക് പറയാണ്, നമ്മളുടെ കോവിഡ് ഇൻഫെക്ഷൻ വന്നാൽ തന്നെ നമ്മൾ യൂഷ്വലി ചില ഇൻഫെക്ഷൻസിലൊക്കെ ടെമ്പററി ഡെഫറൽസും പെർമനന്റ് ഡെഫറൽസും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ COVID-19 ഇൻഫെക്ഷൻ നമ്മൾ ബ്ലഡ് ബോൺ അല്ലാത്തത് കൊണ്ട് നമുക്ക് കോവിഡ് ഇൻഫെക്ഷൻ വന്ന് സബ്സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 14 days കഴിഞ്ഞാൽ യു ക്യാൻ ഡൊണേറ്റ് ബ്ലഡ്. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് പ്ലാസ്മ ക്യാൻ ബി യൂസ് ഫോർ പ്ലാസ്മ തെറാപ്പി ഫോർ കോവിഡ് പേഷ്യൻസ്. അപ്പൊ നമുക്ക് ഇത് കോവിഡിന്റെ ട്രീറ്റ്മെന്റ് എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. സോ ഇഫ് യു ക്യാൻ ബി എ പാർട്ട് ഓഫ് ദാറ്റ് COVID-19 treatment, please don't hesitate. Always be a part of it. And once again, remembering all voluntary donors and inspiring more youngsters to come forefront to work for this noble cause. A small request to Shabir sir for organizing a token of appreciation. നമ്മൾ ഓരോ പ്രാവശ്യം ഈ കുട്ടികളെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു ചെറിയ ബാഡ്ജ് ദാറ്റ് ക്യാൻ ബി ഫിക്സ്ഡ് ഓൺ ടു ദെയർ ID card. അപ്പം ഒരു കൊല്ലത്തിൽ അവർക്ക് 4 ID card കിട്ടും. 4 വർഷം ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ഡൊണേറ്റ് several times. അപ്പൊ അത്രയും ഒരു ബാഡ്ജസ് ദാറ്റ് വിൽ ബി അഫിക്സ്ഡ് ഓൺ ടു ദെയർ ID card ടാഗ്. അപ്പൊ ആ ടാഗിൽ അത്രയും ഉള്ളത് അവർക്കൊരു ക്രെഡിറ്റ് ആണ്. ആൻഡ് ദാറ്റ് വിൽ ബാക്കിയുള്ള കൂടെയുള്ള ആൾക്കാരെ ഫെലോ ബീങ്സിനെയും ആൻഡ് ഇൻസ്പയർ മോർ ഫെലോ ബീങ്സ് ടു ഡു ദ സെയിം ഓൾസോ. ആൻഡ് I would like to congratulate and thank the management, Shabir sir and faculty for always being continuously utilizing the online platform for organizing such programs. നേരത്തെ ആണെങ്കിലും I was also a part of the Excellencia program last year. ഇപ്രാവശ്യം ആണെങ്കിലും they are continuously conducting programs. Whenever I get the time, I used to listen to their talks. അപ്പൊ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെന്ന് പറഞ്ഞിട്ട് അത് ഒന്നിനും റെസ്ട്രിക്റ്റഡ് ആയിട്ടില്ല. നിങ്ങൾ എഡ്യൂക്കേഷൻ ആൻഡ് ഷെയറിംഗ് ഓഫ് നോളജ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. നമുക്ക് എവിടെ നിന്നൊക്കെ നമുക്ക് ഒരിക്കലും നമ്മളുടെ അടുത്ത് നിന്ന് എടുത്ത് കൊണ്ടുപോയില്ലാത്ത ഒരു കാര്യമാണ് നമുക്ക് ഗെയിൻ ചെയ്തേക്കുന്ന നോളജ്. സോ ഓൾവേസ് be passionate to share the knowledge as you always does. And Lissi Medical Institution is always in the forefront of organizing such programs of public interest. May God Almighty help us to move forward like this to share the knowledge. I wish all young aspirants to make a promise to complete their first blood donation before October 1st, 2021, which is our National Blood Donation Day. Wishing you all a very happy Blood Donor Day. October 1st ആണ് നമ്മളുടെ നാഷണൽ ബ്ലഡ് ഡോണർ ഡേ. അപ്പൊ ആ ബ്ലഡ് ഡോണർ ഡേക്ക് മുമ്പ് നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യം ഡൊണേറ്റ് ചെയ്ത് നിങ്ങളുടെ ID കാർഡിൽ ഒരു ടാഗിനകത്ത് ഒരു ID കാർഡ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു എന്നുള്ള ഒരു എംബ്ലം പതിപ്പിക്കാൻ നിങ്ങൾക്ക് ആവുന്നുണ്ടെങ്കിൽ I am very happy. I'm wishing you once again a very happy Blood Donor Day. Thank you all. Thank you, ma'am, for providing your gracious presence with us. Next, we are going to announce the results of competition regarding Blood Donor Day. For that, I would like to invite Mrs. Mila Madam, Assistant Professor, Lissi College of Allied Health Science. I welcome you, ma'am. Thank you, Andrea. ബ്ലഡ് ഡോണേഴ്സ് ഡേയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മുടെ കോളേജിൽ കുട്ടികളുടെ ഇടയിൽ നടത്തി വരുന്ന പ്രോഗ്രാംസ്, ഡ്രോയിങ് കോമ്പറ്റീഷനും കോട്ട് റൈറ്റിംഗ് കോമ്പറ്റീഷൻ, അതുപോലെ തന്നെ ക്യൂസ് കോമ്പറ്റീഷനൊക്കെ നമ്മൾ നടത്തി. അപ്പം ഇതെല്ലാം നല്ല രീതിയിലുള്ള പാർട്ടിസിപ്പേഷൻ ആണ് ഉണ്ടായത്. മുന്നേ നമ്മൾ കണ്ടക്ട് ചെയ്ത പ്രോഗ്രാമുകളിൽ നിന്നൊക്കെ ഒരു വ്യത്യാസമായിട്ട്
വളരെയധികം നല്ല എൻട്രീസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടെ നല്ല എൻട്രീസും അതുപോലെ നല്ല പാർട്ടിസിപ്പേഷനും നമുക്ക് കുട്ടികൾ തന്നിരുന്നു. അപ്പം അതിനെ കുട്ടികളെ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ നല്ല രീതിയിൽ തന്നെ ക്ലാസ്സുകളെല്ലാം ഒരു അവർ പോലും പോവാതെ ക്ലാസ്സുകളെല്ലാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ എന്നിട്ടും അതിന്റെ ഇടയിലൊക്കെ സമയം കണ്ടെത്തിയിട്ടാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത്. സാധാരണ വീടുകളിൽ കുട്ടികൾ ഇരിക്കുമ്പോൾ മടി കൂടാനുള്ള സാധ്യത കൂടുതലാണ്. ടിവിയും അതുപോലെ എല്ലാ കാര്യങ്ങളും മുന്നിലെത്തുമ്പോൾ മടിയൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്നിട്ട് കൂടി നമ്മളെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അത്രയും പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അപ്പൊ നമുക്ക് എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എല്ലാവർക്കും നമുക്ക് പ്രൈസ് കൊടുക്കാൻ പറ്റില്ലല്ലോ. സോ നമ്മള് ജഡ്ജസ് തെരഞ്ഞെടുത്തിട്ടുള്ള എന്താ പറയാ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പൊസിഷനിൽ വന്നിട്ടുള്ളവരെയാണ് നമ്മളിവിടെ അനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ക്വിസ് കോമ്പറ്റീഷന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യാം. കാരണം അത് നമ്മൾ ഗൂഗിൾ ഫോം കൂടെ നടത്തിയതാണ്. ദെൻ തേർഡ് പ്രൈസ് ഗോസ് ടു ശ്രീതു SL 2019 batch. Then second prize goes to Ebin Amale 2018 batch. Second prize goes to Ebin Amale 2018 batch. Then first prize goes to Divya Baby 2019 batch. Congratulations. Then here is the result of drawing competition. Third prize goes to Srija MS DMLT 2020 batch. Okay, നമുക്ക് ബ്ലഡ് ഡോണർ ഡേയുടെ ക്വിസ് കോമ്പറ്റീഷന്റെ പ്രൈസ് വിന്നേഴ്സിന് നിങ്ങൾക്ക് അവിടെ കാണാം. അടുത്തത് ഡ്രോയിങ് കോമ്പറ്റീഷന്റെ ആണ്. ഡ്രോയിങ് കോമ്പറ്റീഷൻ നമ്മൾ പറഞ്ഞു. തേർഡ് പ്രൈസ് ഗോസ് ടു ശ്രീജ MS DMLT 2020 batch. Second prize goes to Daya Rose Robin, second year BSc MLT 2019 batch. And first prize goes to Shritu SL, second year BSc MLT 2019 batch. Congratulations. Then court competition winners. Third prize goes to Alina Johnson, 2020 BSc MLT batch. Then second prize goes to Shritu SL, 2019 BSc MLT batch. Then first prize goes to Sonia Mol Saji, BSc MLT 2020 batch. Congratulations. Then logo competition winners. Third prize goes to Nitya Paul, first year BSc MLT 2020 batch. Then second prize goes to Shridu SL, second year BSc MLT 2019 batch. Then first prize goes to Rupal Mary Thomas, first year BSc MLT. So ഇങ്ങനെയാണ് നമ്മുടെ കോമ്പറ്റീഷൻസിന്റെ എല്ലാം പ്രൈസസ്. അപ്പോൾ എല്ലാവർക്കും പ്രൈസ് നേടിയ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻ. ദെൻ പങ്കെടുത്ത എല്ലാവർക്കും അതുപോലെ തന്നെ നല്ല മികച്ച പാർട്ടിസിപ്പേഷൻ നടത്തിയ എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ. താങ്ക് യു. Thank you, Mila ma'am. Once again, congratulations to all the winners and participants. Let us express our sincere thanks to each and everyone. Our fourth year BSc MLT student, Bonipi Tangachan, Chairman, College Union, is here with wonderful bouquets of gratitude. Good morning to all. Blood donation is the greatest donation and a noble step in the service of humanity. Donating blood is a duty, being a fellow humanity. It should be a voluntary and helpful gesture. It is a great honor and privilege to propose a vote of thanks in this memorable occasion. Let me first of all express my gratitude to the Almighty God for making today's occasion a resounding success. First and foremost, I thank Reverend Father Paul Karaden, Director of DC Medical and Education Institutions, for the excellent inauguration address with which you have inaugurated today's occasion. I extend my gratitude to your father. Now, I take this opportunity to express our sincere thanks to Dr. Shabir Iqbal in all academic matters, who welcome all of us to this occasion. Thank you, sir. Then I express my Now I take this
opportunity to express my deep gratitude to Ms. Anu Kadri, lecturer, Department of Pathology, Amrita Institute of Medical Sciences, Kochi, who facilitated with her notable words. Thank you, ma'am. Next, I express my heartfelt thanks to Pathology Department in this institution and other faculties for their valuable contribution, guidance, and encouragement in all our efforts. Last but not least, I thank you all my friends for your cooperation, support, for making this program a resounding success. Now, I express my sincere thanks to all of you and wishes you a great day. Thank you. Thank you, Bonichetta. An anthem easily rose the spirits and uplift the souls. It's now our time to show the overwhelming feeling of loyalty and faith, which sums up in our anthem. Let's proudly be a part of it. ശതകോടി നമസ്കാരം നിൻ പാദയുഗളത്തിൽ ലിസി നാമധാരണിയ രോഗകാരിണി. ശതകോടി നമസ്കാരം നിൻ പാദയുഗളത്തിൽ ലിസി നാമധാരണിയ രോഗകാരിണി. ആതുര സേവന സോനവനത്തിൽ വാടാമലരായി മരുവും വന്ദേ. താവക സത്പാരമ്പര്യത്തിൻ താവിനു മഹിമകളറിവൂ ഞങ്ങൾ. താവക വിമല ചരിത്രാങ്കിതേ ഗുണഭാവ വിശുദ്ധത അറിവൂ ഞങ്ങൾ. ശതകോടി നമസ്കാരം നിൻ പാദയുഗളത്തിൽ ലിസി നാമധാരണിയം രോഗകാരിണി. രോഗോപശാന്തി തന്നാലയമേ ദീനജനാവലിക്കാലംബമേ. സ്നേഹാദ്ര ശുശ്രൂഷ എന്നുമേകി താതൻ തൻ കണ്ണീർ തുടയ്ക്കുമമ്മേ. ജീവകാരുണ്യ സത്സങ്കേതമേ ഭാവുകാശംസകൾ നേർന്നിടട്ടെ. ജയ ജയ കൃപദേ വത്സല ചിത്തേ. ജയ ജയ കൃപദേ വത്സല ചിത്തേ. ജയ ജയ മഹിത ഗുണോജ്വല ചരിതേ. ജയ ജയ മഹിത ഗുണോജ്വല ചരിതേ. ജയ ജയ മഹിത ഗുണോജ്വല ചരിതേ. Now it's time for the webinar section. I would like to call upon Mr. Harikumar Sir, Associate Professor, Lisi College of Allied Health Sciences, to deliver a talk about social and therapeutic aspects of blood donation. I welcome you, sir. Very good morning to Reverend Father Dr. Paul Karedan and Father George, respected Principal Dr. Shabir Iqbal, respected guest Srimati Anu Catherine Jacob, and all other my teaching staff and non-teaching staff and my dear students. As far as concerned, an MLT student or MLT faculty, we are in a proud moment today because of this World Blood Donation Day. So, നമുക്ക് അറിയാം ഒരു ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുമ്പോൾ അതിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രത്യേകിച്ച് പാൻഡമിക് സിറ്റുവേഷൻ ഇസ് ദിയർ അല്ലേ. നമുക്കറിയാം ഓരോ തരത്തിലും നമ്മൾ ബ്ലഡിന് വേണ്ടിയൊക്കെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ബ്ലഡ് ഡൊണേഷനുള്ള പ്രാധാന്യം എത്രമാത്രമാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സോ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ our slogan for 2021 is safe blood to all. Safe blood to all. You have to give the blood, but it should be safely. That is the main thing. അപ്പോൾ ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ, അതായത് because we are a social being, we are all a social being, we have some responsibilities in society and we have to fulfill it with different ways. നമ്മുടെ കരടച്ചൻ പറഞ്ഞതുപോലെ ഏറ്റവും വലിയൊരു ചാരിറ്റിയാണ് ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത്. സോ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് അവർ ടോപ്പിക്, ദാറ്റ് ഈസ് സോഷ്യൽ ആൻഡ് therapeutic aspects of blood donation. And what is the
meaning of this heading. And social and therapeutic aspects of blood donation. We have different aspects for a particular subject. So what is the social importance and what is the therapeutic importance of blood donation that we are discussing today? And first of all, we can tell about the social aspects of blood donation. In our society, there are different types of people. So mainly there are two different groups of people are there in our society as far as concerned blood donation. And they are donors and non-donors. Donors will regularly and motivationally, they are giving blood to the blood bank and saving the life. But unfortunately, the non-donors are not giving blood for others. So these are the two category of persons in our society. And these donors are donating blood. In most cases, there is an empathetic situation as a factor for the blood donation. So what is the meaning of empathy? Empathy means the kindness to the humanity. And we are giving kindness to the humanity for their well-being. So that is why we are giving the word empathy, and empathetic situations are there for a person to donate blood. Another factor for a blood donation is called altruism. What is altruism? Altruism means it's a term a person is acting to promote someone else's welfare, even at a risk or cost to ourselves. നമുക്ക് തന്നെ ദോഷമുണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് നഷ്ടമുണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ടെൻഡൻസി ഉള്ള ആൾക്കാർക്കാണ് ഈ ഒരു സ്വഭാവം ഉള്ളത്. ദാറ്റ് ഈസ് അൾട്രൂയിസം എന്ന് പറയും. അൾട്രൂയിസം. സോ ദാറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് character also. Altruism and empathy and altruism, these are the two circumstances in which the motivational blood transfusionalize in empathy and altruism. And so this empathy and altruism are the two main motivational factors behind the blood donation. Even though there is more, there is few percentage of the donations are taking place only for the economic compensations, and they are getting money by this donation. And this type of donations are called paid donations. Paid donations. In our society, there is a third variety of donation is there, that is paid donation. And they are called paid donors. And apart from this empathy and altruism, there is another factor that is called relational factors. In our concept, we have different types of terminologies are there for the study, and this empathy and altruism. So there is paid donors, and after that we have relational factors. And what are relational factors? Relational factors which include the personal relations of a person and friends, family, which that is only by the responsibilities or any type of relationship like
to the friends and other type of personal relations. So this is the another type of blood donation, or the another factor for doing blood donation. And we have many more factors that are affecting social blood donation, that are attitude and social responsibilities. And what is attitude and social responsibility? And this group belongs the voluntary donors and the health workers. And these two factors are influencing by this voluntary donors and health workers. Why like this? And these factors, the voluntary factor is voluntary donors are doing blood donation by their attitude. They are they are having a helping mentality to the society or to the humanity, and they will give the blood to the needies. And in the case of medical workers by their profession, they are forced to do some sort of donations in their duties. That is why the social responsibility is on the head of this workers, that is our health workers, and they are also giving blood to the hospitals or blood banks for the donation. And we can tell this attitude and social responsibility are the charity part of the blood donation. Others are due to any type of provocations or motivations. And without any motivation or without any provocation, one can donate blood to the humanity. That is a social responsibility and attitude of the person. And these factors are characterizing in the charity part of blood donation. As fathers tell, the charity, the main charity in our society is a blood donation. And Anupam also told about the fluid tissue donation or fluid organ donation. That is also very important. So we have donors and we have also non-donors are there. And what is the characters of non-donors? Donors are regularly giving blood, and a person can give blood 4 times in a year with a gap of 3 months. So I'm not going to the technical part of this blood donation or blood transfusion technology. That will come back by Ebin. And we are discussing about the social nature or social aspect and therapeutic aspect of the blood donation. And this non-donors, what are non-donors? And non-donors are a group of persons in the society who are not converting their opinion for donation into an active deed of donation. What is the meaning of this active deed of donation? And non-donors, they are also planning for donation in their mind, but not in action. They have a tendency to give blood, they are not able to do it. So that is the person is not converting the idea to the work. So they are not giving blood. And unfortunately, the problem behind the non-donors are they are always stick on
with the negative aspects of the blood donation. Negative aspects of the blood donation. What is negative aspects of the blood donation? The complications that may occur after donation, that may be their worries. And in the case of non-donors, they have more anxiety and are in a feel of problems involved in the donation. They are the negative thinkers in the case of donation and all. In the society, as such, they are the negative thinkers, I think. And this negative attitude will bring them from the active donation. They cannot do an active donation for the society because they are in a negative mood. And they are seeing all the negativity in their life. Not giving and not taking. So, these are the two groups of persons in our society, donors and non-donors. Okay. Then, this blood donation is not simply as individual action in society. We are giving, a person is giving blood to the society, but it is not an individual action. And it is a real social action based on the relation with the individual to his society. So how much this person is related to society, that will confirm the chance for a donation. If the person is involving strongly in the community, he have to donate the blood when a time is coming for his life. So that is the thing. So that is why I am telling this is not an individual action. It is a social action based on the relation with individual to his society. The relationship between the society and the individual is the base of the blood donation. So these are the things. And several studies have proved that a traditional blood donation is based on certain factors. Traditional blood donation have certain factors to stimulate, which are convenience, community safety, and personal benefits. What are they? They are convenience. The convenience of the donor is very important. All type of conveniences are there. The health convenience and all other social conveniences, circumstances conveniences are all based on this donation. And next is the community safety. One can donate blood for the safety of his own community. If he is wishing to save his community well, he can give blood when it is needed. And next is the term personal benefits. What is the personal benefits? First is the well-being of the person. Well-being of the person by giving the blood. And in this concept, blood donation can support a local community and a hospitals for its needs. By donating blood, we can support the community, a local community, and also the needs of the hospitals can be also we can control. And next benefit, that is the personal benefit of the donor, is he or his family or his relatives can pay back the service of the blood transfusion when they
or their relatives are needed for a transfusion. And these blood banks and hospitals are giving a privilege to the voluntary donors to give blood for them when they are needed. They can give back the blood. When a donor regularly giving the blood to the society or to the hospital or blood bank, this type of persons are noticed, and if there is any need of them, the hospital or the blood bank will give you the preference for the person. That is the next thing. And this is the personal benefit of the blood donor. And by this give and taking back of the blood to the donor or donor's relatives, this procedure is considered as a give and take process in the case of voluntary donation. So we can consider this as give and take process. When we are giving blood to the society will give back the donation to us or our relatives when it is needed. And donors have also getting a personal benefit of good feel about themselves. They have a feel about a good thing that he done in society, and they will become refreshed with new blood in their body and blood components. Regular ആയിട്ടുള്ള ഒരു refreshment of the blood cells that can be occur in the case of (20 days), and after that it will be integrated. And when we are giving blood regularly, our bone marrow will be activated and fresh RBCs are produced after a donation, and that will be beneficial for us also. That is the personal benefits of blood donation. So these are all about the social aspects of blood donation. Social aspects of blood donation. And now we can discuss about the therapeutic aspects of the donation. Therapeutic aspects of the blood donation. In this aspect, a person who is having an age limit of 18 to 60 with good health and a weight of above 50 kilogram can donate blood without any gender differentiation. Both genders can donate blood. Both males and females can donate blood, and having an age limit of 18 to 60 with a good health condition and a body weight of above 50 kilograms. And there is no gender differentiation between male and female. Both males and females can give blood, and there is a special rule for females. Above 12 gram percentage HB is needed in the case of females for the donation. And blood transfusion is considered as a therapeutic measure for restoring the blood volume or plasma volume after an extensive hemorrhage. After an extensive hemorrhage, if there is any heavy bleeding in a person, that will become threatening, and we have to replace the volume of the blood and plasma in that person. So in this condition, this transfusion is a therapeutic effect. And also burns
in the case of burns, we are getting loss of plasma proteins, and above 40% burn will lead to death of a person. And this can also prevented by the transfusion of plasma products from the whole blood. And also in the case of traumas, any type of traumas, we can give blood for the patient saving processes. And in the case of anemia, we are giving blood for improving the oxygen binding capacity of patient blood. If there is any anemic condition in a person's body, there may be an anoxia due to the lack of oxygen binding capacity. So it will also can be controlled by the transfusion. Fresh blood is given to the patient and it will help to improve the oxygen binding capacity of the patient. And also for the treatment of certain shock therapies. In some patients get shock, and in this condition also we can give blood transfusion for preventing the patient from the death. So these are all the conditions in which the transfusion is acting as a therapy. And it is also beneficial in certain complicated blood losing surgeries. We have certain great surgeries are there in which a huge amount of blood is losing. And in this condition, we can give the supplementation of the blood to the patient. And a blood transfusion is taking about 2 hours for a satisfactory transfusion of 1 pint of blood. That is about 350 to 450 ml of blood is 1 pint. In the case of normal persons with below 65 kg weight can take 350 ml of blood, and above 65 kg weight we can collect up to 450 ml of blood at a time. And this 450 ml bag can be used for the apheresis procedures or the component separation. And by using sterile needles and blood bags with anticoagulants, we can protect or prevent any cell lysis and microbial contamination for the blood. When we are collecting 1 pint of blood from a patient, we can use highly sterile conditions like sterile needles and bags with anticoagulants, and we can use the refrigerator for the preservation also. And the donors should be examined both physically and also for detecting any transfusion transmitted diseases like HIV, HBsAg, etc. Before going to collect the sample in blood bank, we have to check the patient physically for their vitals and BP, hemoglobin, etc., temperature, etc., and also for the transmission transmitted diseases. They are also threatening for the recipient. And rarely there may be transfusion reactions. Very rarely we can get transfusion reactions after blood transfusion. And these reactions that we must take care to avoid them during transfusion. You have to avoid this type of transfusion reaction by using this type of sterility as well as other conditions. We have different types of reactions are there in transfusion, and first one is urticarial reactions.
And what is articular reactions? They are the ones causing the sensitization of plasma proteins. It is caused by the sensitization of the plasma proteins and can be treated with the pre-administration of antihistamines. When we are administering an external blood to the patient, the plasma proteins will be sensitized. And to avoid this sensitization, we can give the pre-administration of the antihistamines. These antihistamines will prevent the provocations of the plasma proteins, and that will make the patient better. And another is the anaphylactic reactions, and in which the patient is producing antibodies against the donor's immunoglobulin A found in the plasma. So this is somewhat a crucial reactions. The patient itself producing antibodies against the donor's IgA found in plasma, their plasma. And we can also treat this reaction by washing the donor's red cells. We can give washed red cells for these cases. And we can also avoid IgA in plasma by using IgA negative donors category. We can use the category of persons with IgA negative. Some persons have IgA negative plasma is there. So this type of persons can be selected for this transfusion also. And by this, we can prevent this type of post-transfusional reactions. And in general, it is proved that the transfusion therapy can reduce the patient's natural resistance against cancer and also for the infections, especially in the case of bacteria. So in some sort of immune suppression is there after the transfusion. We are noted the immune suppression of the patient after this transfusion. And it will reduce the natural resistance against cancers and also infections, especially in bacteria. Bacterial infections and cancers can be prone in this type of patients. And this complication can be prevented by reducing the unnecessary transfusions. We can reduce the frequency of the transfusion. Only in the acute conditions we can give blood. Otherwise, we can avoid the transfusion and can seek other treatment methods. And we can also do the compatibility testing, both major and minor, for the safe transfusion of the blood. So that is very important in the case of blood transfusion. We have compatibility tests, both major and minor compatibility, how to be done in the present conditions. Otherwise, it will make problems to the patients. And after this testing only, we can transfuse the blood safely to the patient. And strict medication or medical evaluation and service of a medical officer can be provided during transfusion for the safety. We can provide the strict medical and service of a medical officer to the transfusion area, and that will help the patient any type of transfusional problems. And after this, we have certain complications of transfusion or side effects of transfusion in therapeutic effect of transfusion or in the area of therapy of transfusion.
There are certain minor effects are the pains related to back, chest, and muscle. Chills, coughing, and headache, and arterial reactions are there. Comparatively low reactions are arterial reactions. And itching, rash, and swellings are also seen. And we have certain delayed hypersensitivity reactions like black colored urine in the patient. Delayed reactions like black colored urine in the patient. And these are all the normal or non-serious complications of blood transfusion. And even a mild reaction in the patient can be reported to the doctor or nurse immediately for the safety of the patient. We can report the patient, report the donor, report the doctor in the case of a mild reaction. And if we are getting a massive transfusion for a patient, it may cause iron overload in the patient. That is another complication of transfusion. So, in this iron overload is seen in liver, pancreas, endocrine glands, as well as in heart. And it may cause damage to the vital organs of the patient. So, that is a serious issue related to the massive transfusion of the patient. And use of medications called chelations that can remove iron from the body. Chelators, chelating effect. We have chelating effects. EDTA have a chelation effect, calcium chelation. So, like this, here iron chelation by the administration of some chelators as medicines. By this, we can remove the concentrated iron particles from the body parts, such as liver, pancreas, endocrine gland, etc. And these are the main complications after transfusion. And next is the therapeutic alternatives for blood transfusion. What are the therapeutic alternatives? Is there any alternative for the transfusion? That is that we are seeking for years. Till now, there is no proper man-made alternative for blood transfusion. That is the thing. There is no proper alternative for the blood transfusion in our society or in our treatment site. So, what we can do for the alternation of the blood transfusion, the only thing that we can adopt is to the use of hematinics like erythropoietin in the patients that can used for the enhancing of the production of RBC. By this, we can ensure the oxygen binding capacity and all. And that is the one method of enhancing the RBC production. It is considered as the alternative for the blood transfusion. If it is work, we can avoid the series of transfusion by giving this medicine to the patient. And next one is to promote the autologous transfusion in surgeries. We can promote the autologous transfusion in the surgeries. It is for avoiding an external transfusion. We can avoid the risk of transfusion, and we can avoid the risk of an external blood to administrate in our body. We can take the sample before the elective surgery, and we can keep it in refrigerator in blood banks,
And if it is needed, we can transmit our own blood to the patient when the surgery is carrying out. So that is the other thing. So these two matters are only practicable in the case of this alternatives of blood transfusion. And these are the therapeutic aspects of blood transfusion as far as concerning the blood donation. And these are all about our topic. And thank you to all. Thank you. Thank you, sir, for your enlightening class. Now, I welcome Ibn Amalek, third year BSc MLT student, for his presentation on topic and awareness on blood donation. ബഹുമാനപ്പെട്ട ഡയറക്ടർ പോളച്ച, പ്രിൻസിപ്പൽ ഷബീർ സാർ, അനു കാദരി മാഡം, മൈ ഡിയർ ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, എ പ്ലസന്റ് ഗുഡ് മോർണിംഗ് ടു ഓൾ. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു MLT വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ മെഡിക്കലി അലൈഡായുള്ള കോഴ്സസ് പഠിക്കുമ്പോൾ ഒരു ബ്ലഡ് ബാങ്കിനെ പറ്റി അല്ലെങ്കിൽ ബ്ലഡ് ഡൊണേഷനെ പറ്റി നമുക്ക് കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഉദിച്ചേക്കാവുന്ന കുറെ സംശയങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഒരു ജനറൽ അവയർനെസ്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആൻ അവയർനെസ് ഓൺ ബ്ലഡ് ഡൊണേഷൻ. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്, ബ്ലഡ് ഡൊണേഷൻ ഇസ് എ സേഫ് ആൻഡ് സിമ്പിൾ പ്രൊസീജിയർ ദാറ്റ് ഇൻവോൾവ്സ് ഗിവിംഗ് ബ്ലഡ്, പ്ലാസ്മ ഓർ അതർ ബ്ലഡ് പ്രോഡക്ട്സ്. ബ്ലഡ് ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ആൻഡ് സേഫ് പ്രൊസീജിയർ ആണ്. അതായത് ഡോണേഴ്സിന് ബ്ലഡ് കൊടുക്കാനും, അതായത് ഹോൾ ബ്ലഡ്, പ്ലാസ്മ, അതർ ബ്ലഡ് പ്രോഡക്ട്സ് കൊടുക്കാനുള്ള ഏറ്റവും സിമ്പിൾ ആൻഡ് സേഫസ്റ്റ് പ്രൊസീജിയർ ആണ് ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ബ്ലഡ് ഇസ് എ വൈറ്റൽ ഹെൽത്ത് കെയർ റിസോഴ്സ് യൂസ്ഡ് ഇൻ വൈഡ് റേഞ്ച് ഓഫ് ക്ലിനിക്കൽ സർവൈവ്സ്. ഇന്ന് ഇത്രയും ആശുപത്രി ഫെസിലിറ്റീസും അതേപോലെ കാര്യങ്ങളും ഹോസ്പിറ്റലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തോടൊപ്പം തന്നെ ബ്ലഡ് എന്നുള്ളത് ഒരു വൈറ്റൽ ഹെൽത്ത് സോഴ്സായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. As a result of advances in clinical sciences and a global increase in population, the need for blood is growing day by day. ഇന്ന് ഉദിച്ചു വരുന്ന നമ്മുടെ എല്ലാ ഡിസാസ്റ്റേഴ്സും അതേപോലെയുള്ള ഓരോ ഡിസീസസും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനും അതിൻ്റെതായ ഇമ്പോർട്ടൻസും വളർന്നു വരികയാണ് ഓരോ ദിവസം തോറും. ആൻഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സേവ്സ് മില്യൺസ് ഓഫ് ലൈവ്സ് ഈച്ച് ഇയർ വേൾഡ് വൈഡ്. WHO കണക്ക് പ്രകാരം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഒരുപാട് മില്യൺസ് ഓഫ് പീപ്പിൾസിനെ സേവ് ചെയ്യുന്നുണ്ട് വേൾഡ് വൈഡ്. And the hesitation among people to donate blood is accompanied to misconception. നമ്മുടെ പലർക്കും ഉണ്ടാകുന്ന മടി, അല്ലെങ്കിൽ മടി വരാനുള്ള കാരണം തന്നെ പലപ്പോഴും ബ്ലഡ് ഡൊണേഷനെ പറ്റി കുറെ തെറ്റിദ്ധാരണകളാണ്, കുറെ മിത്തുകളാണ്. അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ കൊണ്ട് തന്നെ പലരും ഇന്ന് ബ്ലഡ് ഡൊണേഷനിൽ നിന്ന് മടിഞ്ഞ് നമുക്ക് മാറി നിൽക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ മേഖലയിൽ നിന്നൊക്കെ നമ്മൾ വിട്ടുമാറി കുറച്ചും കൂടി ബ്ലഡ് ഡൊണേഷനെ പറ്റിയുള്ള അറിവ് സ്വായത്തമാക്കിയിട്ട് എന്താണ് ബ്ലഡ് ഡൊണേഷൻ എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ബ്ലഡ് ഡൊണേഷൻ നമ്മൾ ബാല്യം മുതൽ കേട്ടുകൊള്ളുന്നതാണ് രക്തദാനം, മഹാദാനം എന്നുള്ള കാര്യങ്ങളെ പറ്റി കൂടുതലായിട്ട് നമുക്ക് ചിന്തിച്ച് നമുക്ക് ബ്ലഡ് ഡൊണേഷനിലേക്ക് നമുക്ക് മുന്നേറാം. നെക്സ്റ്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഹിസ്റ്ററി ഓഫ് ബ്ലഡ് ബാങ്കിങ്. ജസ്റ്റ് അതിന്റെ എല്ലാ ഹിസ്റ്ററി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് കുറച്ച് in 1542 ഫസ്റ്റ് ട്രാൻസ്ഫ്യൂഷൻ നടന്നത് ആ സമയത്താണ്. ആൻഡ് ഇൻ 15th century വില്യം ഹാർവേ, എ ബ്രിട്ടീഷ് ഫിസിഷ്യൻ, ഡിസ്കവർ ദ സർക്കുലേഷൻ ഓഫ് ബ്ലഡ്. സർക്കുലേഷൻ ഓഫ് ബ്ലഡ് 15th centuryയിലാണ് വില്യം ഹാർവേ എന്ന് പറയുന്ന ഫിസിഷ്യൻ ആണ് അത് ഡിസ്കവർ ചെയ്തത്. ആൻഡ് ഇൻ 17th century റിച്ചാർഡ് ലോവർ ക്രെഡിറ്റഡ് വിത്ത് പെർഫോമിംഗ് ദി ഫസ്റ്റ് സക്സസ്ഫുൾ ട്രാൻസ്ഫ്യൂഷൻ. 17th century ആയപ്പോഴേക്കും അത് ആനിമൽ ടു ആനിമൽ എന്നുള്ള രീതിയിലേക്കൊക്കെ അത് ട്രാൻസ്ഫ്യൂഷൻ ബ്ലഡ് ബാങ്കിങ് വളർന്നു. ആൻഡ് ഇൻ 18th century James Blundell attempted human to human transfusion of a man suffering from gastric carcinoma. 18th century ആയപ്പോൾ അത് ആനിമൽ ടു ആനിമൽ എന്ന് മാറി ഹ്യൂമൻ ടു ഹ്യൂമനിലേക്ക് ആ ട്രാൻസ്ഫ്യൂഷൻ നീണ്ടു. Then in 19th century Panam and Landau showed that the same species transfusions were more efficacious than interspecies transfusion. 19th century ഒക്കെ ആയപ്പോഴേക്കും ഈ രണ്ട് സയന്റിസ്റ്റ്, അതായത് അവർ സെയിം സ്പീഷീസ് ട്രാൻസ്ഫ്യൂഷൻ ആണ് കുറച്ചും കൂടി എഫക്റ്റീവും, അതായത് ഇന്റർ സ്പീഷീസിനേക്കാളും സെയിം സ്പീഷീസ് ട്രാൻസ്ഫ്യൂഷൻ ആണ് കുറച്ചും കൂടി എഫക്ഷ്യസ് എന്ന് അവർ ഡിസ്കവർ ചെയ്തു. ആൻഡ് ഇൻ 1901 ദ മോസ്റ്റ് പ്രഷ്യസ് ഡിസ്കവർ ലാൻസ്റ്റീനർ ഡിസ്കവർഡ് ABO ഗ്രൂപ്പ്സ്. അതായത് അദ്ദേഹത്തിന് 1930 നൊബേൽ പ്രൈസ് വരെ കിട്ടിയ ഇന്നും നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ടൈപ്പ് ആണ് ABO ഗ്രൂപ്പ്സ്. ആൻഡ് സ്റ്റെർലി ആൻഡ് ഡി കാസ്റ്റിലോ ഡിസ്കവർഡ് ദ ഫോർത്ത് ബ്ലഡ് ഗ്രൂപ്പ് AB in 1902. And Landsteiner and Weiner in 1940 described RH typing. 1940 ഒക്കെ ആയപ്പോഴേക്കും ABO R ടൈപ്പിൽ നിന്നും കൂടാതെ തന്നെ ലാൻസ്റ്റീനർ വെയ്നറും കൂടി 1940 RH ടൈപ്പിംഗ് ഡിസ്കവർ ചെയ്തു.
In 1914, Albert Heston reported the first human transfusion using citrated blood. He added sodium citrate and glucose to preserve blood. ഇങ്ങനെ 15ാം സെഞ്ചുറി മുതൽ ഇന്ന് ഈ കാലം വരെ ആയപ്പോഴേക്കും ബ്ലഡ് ബാങ്ക്സ് ഒരുപാട് വളർന്നു. ഇന്ന് മോഡേൺ ട്രാൻസ്ഫ്യൂഷനിൽ അഫറീസിസ് ഉൾപ്പെടെ വലിയ വലിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നത് വരെ ആയിട്ടുണ്ട്. നെക്സ്റ്റ്, വൈ ഷുഡ് വി ഡൊണേറ്റ് ബ്ലഡ്? നമുക്ക് മനസ്സിലുണ്ടാവുന്ന ചോദ്യമാണ്, എന്തിനാ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണം? അത് മനസ്സിലാക്കേണ്ട ഒരു സേഫ് ബ്ലഡ് സേവ്സ് ലൈഫ് ആൻഡ് ഇംപ്രൂവ്സ് ഹെൽത്ത്. സേഫ് ആയിട്ടുള്ള ബ്ലഡ് ഒരുപാട് പേരുടെ ജീവനുകൾ സേവ് ചെയ്യുന്നത്. ആൻഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഇസ് നീഡഡ് ഫോർ വുമൺ വിത്ത് കോംപ്ലിക്കേഷൻസ് ഓഫ് പ്രഗ്നൻസി സച്ച് ആസ് എക്ടോപിക് പ്രഗ്നൻസി ആൻഡ് ഹെമറേജ് ബിഫോർ ഡ്യൂറിംഗ് ആഫ്റ്റർ ചൈൽഡ് ബർത്ത്. ഇൻ പ്രഗ്നൻസി കേസസിലാണെങ്കിൽ ഒരുപാട് ബ്ലഡ് ഡൊണേഷൻ അല്ലെങ്കിൽ ബ്ലഡിന്റെ ആവശ്യകത കൂടുതലാണ്. ഇൻ എക്ടോപിക് പ്രഗ്നൻസി അങ്ങനെയുള്ള കേസസിലാണെങ്കിൽ ബ്ലീഡിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഹെമറേജ് ആൻഡ് ആഫ്റ്റർ ചൈൽഡ് ബർത്തിന് ബിഫോർ ഡ്യൂറിംഗ് ആഫ്റ്റർ ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഒരുപാട് ബ്ലഡ് ലോസ് വരുന്ന സന്ദർഭങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രഗ്നൻസി ആ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ഡെലിവറി ടൈമിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ബ്ലഡ് ബാങ്കുമായിട്ട് കണക്ട് ചെയ്ത് ബ്ലഡ് ഡൊണേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ചിൽഡ്രൻ വിത്ത് സിവിയർ അനീമിയ, അങ്ങനെയുള്ള അനീമിയ മൽന്യൂട്രീഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കേസസിൽ നമുക്ക് ഒരുപാട് ട്രാൻസ്ഫ്യൂഷന്റെ people with severe trauma following man-made and natural disasters, നമ്മുടെ പ്രകൃതി ദുരന്തങ്ങളോ അല്ലാണ്ട് മാനുഷികപരമായ ആക്സിഡന്റ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഉൾപ്പെടെ നമുക്ക് ഒരുപാട് ആക്സിഡന്റ്സും കാര്യങ്ങളും അതുപോലെ ട്രോമ വരുന്നുണ്ട്. ഇതിൽ നിന്ന് ഒരുപാട് ബ്ലീഡിങ്ങും ബ്ലഡ് ലോസും വരുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് അതിനെ ലോസിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമാണ്. ആൻഡ് മെനി കോംപ്ലക്സ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് ആൻഡ് ക്യാൻസർ പേഷ്യൻസ്, ഇങ്ങനെയുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സിലും ക്യാൻസർ പേഷ്യൻസിന് അവർക്ക് അനീമിയൊക്കെ വന്ന് ബ്ലഡ് ലോസ് ഒരു സാധ്യതയാണെങ്കിൽ അപ്പൊ അങ്ങനെയുള്ളവർക്കും ബ്ലഡ് ഡൊണേഷന്റെ ആവശ്യകത വളരെ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ളവർക്കും ഇത് ഏതാനും കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളെങ്കിൽ പോലും ഇത് ഒരുപാട് പേര് ഈ ലോകം മുഴുവൻ നമ്മുടെ ആരോഗ്യ സംഘടന പറയുന്നത് നമ്മുടെ കേരളത്തിലെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 4 ലക്ഷം യൂണിറ്റ് ബ്ലഡ് ഒരു വർഷം നമുക്ക് വേണമെന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും സമയം then blood types and match ABO ഗ്രൂപ്പ്സുകളാണ് മെയിൻ ആയിട്ടുള്ളത്. അതിൽ എ ഗ്രൂപ്പിനെ എടുക്കാനാണെങ്കിൽ അവരിൽ എ ആന്റിജൻ എന്നുള്ളത് അവരുടെ ആന്റിബോഡീസ് ഇൻ പ്ലാസ്മയുള്ളത് ആന്റി ബി ആണ്. അവർക്ക് കോമ്പാറ്റിബിൾ ആയിട്ടുള്ള അവർക്ക് ട്രാൻസ് അല്ലെങ്കിൽ കോമ്പാറ്റിബിൾ ആയിട്ടുള്ള ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ഒയുമാണ്. പിന്നെ അതേപോലെ ബി ഗ്രൂപ്പിനെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവരുടെ അവരുടെ പ്ലാസ്മയിലുള്ള ആന്റിബോഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റി എ ആണ്. അവരുടെ റെഡ് സെല്ലുള്ള ആന്റിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ആണ്. അപ്പൊ അവർക്ക് കോമ്പാറ്റിബിൾ ആയിട്ടുള്ള ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയും ഒയുമാണ്. നെക്സ്റ്റ് വി ഗോ ടു എ ബി ഗ്രൂപ്പ്. എ ബി ഗ്രൂപ്പിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്ലാസ്മയിൽ ആന്റിബോഡീസ് ഒന്നും തന്നെയില്ല, ബട്ട് ദേ ഹാവ് എ ആൻഡ് ബി ആന്റിജൻസ് ഓൺ ദിയർ സർഫസ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ആന്റിബോഡീസ് ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് ദേ ആർ യൂണിവേഴ്സൽ റെസിപ്റ്റന്റ്. എ ബി ഗ്രൂപ്പ് ഇസ് എ യൂണിവേഴ്സൽ റെസിപ്റ്റന്റ്. അവർക്ക് കോമ്പാറ്റിബിൾ ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നമുക്ക് എയിൽ നിന്നും ബിയിൽ നിന്നും എ ബിയിൽ നിന്നും ഒയിൽ നിന്നും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ നെക്സ്റ്റ് ഗോ ത്രൂ ഒ ഗ്രൂപ്പ്. ഒ ഗ്രൂപ്പിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എ ആന്റിജനും എ ആന്റിബോഡിയും ബി ആന്റിബോഡി അവരുടെ പ്ലാസ്മയിൽ പ്രസന്റ് ആണ്, ബട്ട് നോ ആന്റിജൻ ഓൺ ദി സെൽ സർഫസ്. സോ ഒ ഇസ് ദ യൂണിവേഴ്സൽ ഡോണർ ആൻഡ് എ ബി ഇസ് ദ യൂണിവേഴ്സൽ റെസിപ്റ്റന്റ്. അതാണ് ബ്ലഡ് ടൈപ്സ് ആൻഡ് ബ്ലഡ് മാച്ചിങ്ങിനെ പറ്റിയുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പാരാമീറ്റേഴ്സ് ഫോർ ചെക്കിംഗ് ഡോണർ ഹെൽത്ത്. ഡോണർ അല്ലെങ്കിൽ ഡൊണേഷന് വേണ്ടി ബാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യമേ അയാളുടെ മെഡിക്കൽ ഹിസ്റ്ററി ചോദിച്ച് മനസ്സിലാക്കും. അതോടൊപ്പം തന്നെ ഈ പാരാമീറ്റേഴ്സ് എല്ലാം ചെക്ക് ചെയ്തതിനു ശേഷമാണ് അയാളെ ഒരു ഡൊണേഷന് വേണ്ടി നമ്മൾ ഡൊണേറ്റ് റൂമിലേക്ക് എൻട്രി ചെയ്യുന്നത്. അതിനുള്ള പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ജനറൽ അപ്പിയറൻസ്. നമ്മൾ ഒരാളെ ആ പേഷ്യന്റിനെ നോക്കുക അല്ലെങ്കിൽ ആ ഡൊണറിനെ നോക്കിയിട്ട് ഷുഡ് ബി ഇൻ ഗുഡ് ഹെൽത്ത് ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ്വീൻ 18 and 65 ആ ഏജ് ആയിരിക്കണം. ആൻഡ് വെയിറ്റ് മോർ ദാൻ 45 kg. 45 kg മുകളിൽ വെയിറ്റ് ഉണ്ടായിരിക്കണം. 45. ഹീമോഗ്ലോബിൻ മോർ ദാൻ 12 grams per deciliter. ഹീമോഗ്ലോബിൻ 12 grams per deciliter ഉണ്ടായിരിക്കണം. ആൻഡ് ബ്ലഡ് പ്രഷർ വിത്ത് റേഞ്ച് 100 to 140 per hg systolic and 60 to 90 hg per diastolic. ഈ പ്രഷർ റേഞ്ചിൽ അതുവരെ ഉണ്ടായിരിക്കണം. ആൻഡ് ഷുഡ് ബി 60 to 100 beats per minute. And the temperature should not exceed than 37.5 degrees Celsius.
ഇങ്ങനെയാണ് നമ്മൾ ഹെൽത്ത് ചെക്കപ്പിലുള്ള പാരാമീറ്റേഴ്സും കാര്യങ്ങളും. ഇത്രയും പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ ഡോണർ ലെവലിൽ ഡൊണേഷന് മുമ്പായിട്ട് നോക്കുന്ന പാരാമീറ്റേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് കണ്ടീഷൻസ് ദാറ്റ് അഫക്ട്സ് ഡോണർ ഹെൽത്ത്: heart disease, anemia, kidney disease, ulcers, breastfeeding, circulatory problems, diabetes, menstrual problems, pregnancy. ഇങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഈ കാറ്റഗറിയിലുള്ളവർക്ക് അത് ഹെർട്ട് ഡിസീസ് ആയിരിക്കാം, അനീമിയ ആയിരിക്കാം, കിഡ്നി ഡിസീസും അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിംഗ് ഉള്ളവർക്കാണെങ്കിലും ഈ സന്ദർഭങ്ങളിലൊക്കെ അവർ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് ഉള്ളത് കൊണ്ട് ഈ സമയത്ത്, അതായത് ഹെർട്ട് ഡിസീസും അനീമിയയും ബ്രസ്റ്റ് ഫീഡിംഗ് ആയിട്ടുള്ളവരൊക്കെ ഈ ഡൊണേഷനിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് ആ ഒരു പീരീഡിലേക്ക് മാറ്റിക്കണമെന്നാണ് പറയാറ്. ഈ സമയത്ത് ബ്ലഡ് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഹെൽത്ത്. നെക്സ്റ്റ് കണ്ടീഷൻസ് ഫോർ ഡെഫറൽ: നമ്മളിപ്പോൾ ഒരു ലാബിൽ വന്നു കഴിഞ്ഞാൽ ചില സമയത്ത് ചില ഡോണേഴ്സിനെ പോസ്റ്റ്പോൺ ചെയ്യാറുണ്ട്. ഡെഫറൽ എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ ചെയ്യാറുണ്ട്. കാരണം അത് ഏതൊക്കെ കാറ്റഗറി വെച്ചാണ് പറയുന്നത്? ഹിസ്റ്ററി ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഇപ്പൊ നമുക്കൊരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കഴിഞ്ഞ് 12 മാസം അല്ലെങ്കിൽ 12 മാസത്തിന് ശേഷം മാത്രമേ നമുക്കൊരു ഡൊണേഷന് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അബോർഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് പെട്ടെന്ന് ചെന്നിട്ട് ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കാൻ സമ്മതിക്കില്ല. ഒരു 6 മാസത്തിന് ശേഷം. അതേപോലെ മൈനർ സർജറി ആണെങ്കിൽ 6 months, മേജർ സർജറി ആണെങ്കിൽ 12 months, അതുപോലെ ടൈഫോയിഡ് ആണെങ്കിൽ 12 months, അതേപോലെ ഡെങ്കു, ചിക്കൻഗുനിയ, നമുക്ക് ഇങ്ങനെയുള്ള കേസസ് വന്നിട്ടുണ്ടെങ്കിൽ 6 മാസത്തിന് ശേഷമേ നമുക്ക് ബ്ലഡ് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയാറുണ്ട്. പിന്നെ അതേപോലെ ജോണ്ടിസ്, അത് 12 മാസത്തിന് ശേഷം. പിന്നെ റാബിസ് വാക്സിനേഷൻ എടുത്തെങ്കിൽ 1 year വരെയൊക്കെ നമ്മൾ പറയാറുണ്ട്. പിന്നെ അതേപോലെ ട്യൂബർക്യുലോസിസ് ഒക്കെ 5 years ആഫ്റ്റർ സക്സസ്ഫുൾ ട്രീറ്റ്മെന്റ്. ഇങ്ങനെയുള്ള കേസസും കണ്ടീഷൻസ് ഫോർ ഡെഫറൽ, പോസ്റ്റ്പോൺ ചെയ്യുന്ന കണ്ടീഷൻസ് നമുക്ക് പറയാറുണ്ട്. നെക്സ്റ്റ് കാറ്റഗറിയിൽ വരുന്ന ഡോണേഴ്സിനെയാണ് നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യേണ്ട. അവർ അതിന് ക്യാപ്പബിൾ അല്ല എന്ന് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ പേഷ്യൻസ്, പിന്നെ അതേപോലെ ഹെർട്ട് ഡിസീസ് ഉള്ളവര്, ആൻഡ് അബ്നോർമൽ ബ്ലീഡിംഗ് ടെൻഡൻസി ഉള്ളവര്, പിന്നെ ഹെപ്പറ്റൈറ്റിസ് ഇൻഫെക്ഷൻസ്, ക്രോണിക് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് ഇൻഫെക്ഷൻസ് ഉള്ളവര്, പിന്നെ ക്രോണിക് നെഫ്രൈറ്റിസ് ഉള്ളവര്, പിന്നെ ലിവർ ഡിസീസ് ഉള്ളവര്, പിന്നെ അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസ് ഉള്ളവര്, ആൻഡ് ഡയബറ്റിക് കൺട്രോൾഡ് ഓൺ ഇൻസുലിൻ. ഇങ്ങനെയുള്ള പേഷ്യൻസും കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ റിജക്ട് ചെയ്യാറാണ് ലാബിൽ ചെയ്യാറ്. ഓക്കെ, നെക്സ്റ്റ് ഹരി സാർ പറഞ്ഞതാണ് ഇത് ടൈപ്സ് ഓഫ് ഡോണേഴ്സിന്റെ കാര്യം. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ അല്ലെങ്കിൽ ശരിക്കും ടൈപ്സ് ഓഫ് ഡോണേഴ്സ് എന്ന് പറഞ്ഞാൽ 5 types ഓഫ് ഡോണേഴ്സ് ആണ് ഉള്ളത്. അതിൽ വോളണ്ടറി ഓർ നോൺ റെമ്യൂണറേറ്റഡ് ഡോണേഴ്സ്. വോളണ്ടറി ഓർ നോൺ റെമ്യൂണറേറ്റഡ് ഡോണേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹു ഡൊണേറ്റ് വിത്തൗട്ട് എനി പ്രഷർ ഓർ മോട്ടിവേഷൻ. അതായത് ഒരു പ്രഷറോ അല്ലെങ്കിൽ ഒരു നിർബന്ധമോ അല്ലെങ്കിൽ ആരുടെ നിർബന്ധത്തിന് വാങ്ങാതെ ഒരു സാമ്പത്തികമായോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നത് ഡൊണേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ഥിരമായി ഡൊണേറ്റ് ചെയ്യുന്നവരാണ് നമ്മൾ വോളണ്ടറി ഓർ നോൺ റെമ്യൂണറേറ്റഡ് ഡോണേഴ്സ് എന്ന് പറയുന്നത്. അതോടൊപ്പം റിപ്ലേസ്മെന്റ് ഓർ റിലേറ്റഡ് ഡോണേഴ്സ് എന്ന് പറയുന്നതാണ്. They are family members, friends of patients who donate in replacement of blood needs of particular patient. ഹോസ്പിറ്റൽ. ഓക്കെ സാർ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? സോറി, കട്ടായി പോയതാണേ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, കേൾക്കാം. കാര്യം. ഓക്കെ. അപ്പൊ നമ്മൾ വോളണ്ടറി ഓർ നോൺ റെമ്യൂണറേറ്റഡ് ഡോണേഴ്സ് പറഞ്ഞു. നെക്സ്റ്റ് റീപ്ലേസ്മെന്റ് ഡോണേഴ്സ്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഹോസ്പിറ്റൽ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം വന്നു, പെട്ടെന്നൊരു സർജറി വന്നു, അല്ലെങ്കിൽ പെട്ടെന്നൊരു ട്രാൻസ്ഫ്യൂഷൻ നമുക്ക് ആവശ്യം വന്നു. ആ സമയത്ത് ബ്ലഡ് ബാങ്കിൽ നിന്ന് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുകയും അതേസമയം നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ അങ്ങനെയുള്ളവരോ വന്നിട്ട് ബ്ലഡ് റീപ്ലേസ്മെന്റ് ചെയ്യുന്ന അങ്ങനെയുള്ള ഡോണേഴ്സിനെയാണ് റീപ്ലേസ്മെന്റ് ഓർ റിലേറ്റീവ് ഡോണേഴ്സ് എന്ന് പറയുന്നത്. Next, professional or commercially paid donors. They are people who received direct or indirect monetary benefits from the donor they donate. അതായത് ഇങ്ങനെയുള്ള പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഡോണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് ഇവർക്ക് എന്തെങ്കിലും ആത്യന്തികമായി പ്രതിഫലം ലഭിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പണമോ അങ്ങനെയുള്ള പാരിതോഷങ്ങളോ ലഭിക്കുന്നതിന് വേണ്ടി പ്രൊഫഷണലി ആയിട്ട് ഡൊണേറ്റ് ചെയ്യുന്നവരാണ് നമ്മൾ പ്രൊഫഷണലി ഓർ കൊമേഴ്ഷ്യൽ പെയ്ഡ് ഡോണേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഗോ ത്രൂ ഡയറക്റ്റ് ഡോണേഴ്സ്. She is a blood donor who is a family friend or relative of the patient and same blood group as the patient. ഡയറക്റ്റ് ഡോണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സോ ഫ്രണ്ട്സോ ആയിരിക്കാം, നമ്മുടെ സെയിം ബ്ലഡ് ഗ്രൂപ്പോ ഉള്ളവരായിരിക്കാം. അവർ നമുക്ക് ഡൊണേഷന്റെ സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ബ്ലഡ് ആവശ്യമായ ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായ സമയത്ത് അവർ വരുന്നു. നമുക്ക് സെയിം ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു ഡോണേഴ്സിനെയാണ് നമ്മൾ ഡയറക്റ്റ് ഡോണേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, the 5th type is autologous donors. That's the donations that individuals give for their own use.
അതായത് നമ്മളുടെ ബ്ലഡ് തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ട് ആ ബ്ലഡ് തന്നെ ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്ന കണ്ടീഷനെയാണ് ഓട്ടോലോഗസ് ഡോണേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് അബൌട്ട് ഡോണേഴ്സ് ആൻഡ് ടൈപ്സ് ഓഫ് ഡോണേഴ്സ്. നെക്സ്റ്റ്, വേർ ഇറ്റ് ഇസ് പോസിബിൾ, നമുക്ക് എവിടെയൊക്കെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ബ്ലഡ് ഡൊണേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള സ്ഥലങ്ങളാണ്. ഹോസ്പിറ്റൽസ്, നമുക്കറിയാം ഇന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റൽസും അതേപോലെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസും IMA നിയമപ്രകാരം ഹോസ്പിറ്റൽസിലും ഗവൺമെന്റ് ഹോസ്പിറ്റൽസും ബ്ലഡ് ബാങ്ക്സ് ഉണ്ട്. പിന്നെ അതേപോലെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്സ്, നമ്മുടെ റെഡ് ക്രോസും അങ്ങനെയുള്ള അസോസിയേഷനൊക്കെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്സ് ഒക്കെ നിർത്തുന്നത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ബ്ലഡ് ഡൊണേഷൻ പോസിബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ്, ഹൗ മച്ച് ബ്ലഡ് ക്യാൻ ടേക്ക്. നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് പലപ്പോഴും തോന്നാം ഇന്ത്യയിൽ നിന്ന് എത്ര ലിറ്റർ ബ്ലഡ് വലിച്ചെടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. അവർ ബോഡി ഹാസ് 4.5 to 5.5 liters of blood, which 50 to 40 is taken depending upon the weight of the donor. നമ്മുടെ ശരീരത്തിൽ ഒരു 4.5 to 5.5 ലിറ്റേഴ്സ് ഓഫ് ബ്ലഡ് ഉണ്ട്. ഓരോരുത്തരുടെ വെയിറ്റും കാര്യങ്ങളും എല്ലാം അനുസരിച്ച് അതിൽ നിന്ന് 450 ml ഓഫ് ബ്ലഡ് ആണ് എടുക്കുന്നത്. അവരുടെ വെയിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഡോണർ 45 kg അല്ലെങ്കിൽ അതിന് ജസ്റ്റ് അബവ് ഒക്കെ ആണെങ്കിൽ ഒരു 350 ml, 55 ഓർ അതിന് മുകളിലേക്ക് കിലോഗ്രാം വെയിറ്റ് ഉണ്ടെങ്കിൽ 450 ml അങ്ങനെയാണ് നമ്മൾ ബ്ലഡ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് മെജോറിറ്റി ഓഫ് ദ ഹെൽത്ത് അഡൽട്സ് ക്യാൻ ടോളറേറ്റ് ഓഫ് 1 unit ഓഫ് ബ്ലഡ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് ദ ആരോഗ്യമുള്ളവർക്ക് എല്ലാവർക്കും തന്നെ 1 യൂണിറ്റ് ബ്ലഡ് എടുക്കുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും സംഭവിക്കാറില്ല. The withdrawn blood volume is restored within 24 to 36 hours. നമ്മളിൽ നിന്ന് എടുക്കുന്ന ബ്ലഡ് 24 to 36 ഹവേഴ്സിനുള്ളിൽ തന്നെ റീപ്ലേസ്മെന്റ് ആയിട്ട് നമ്മുടെ ബോഡിക്ക് വരുന്നതാണ്. Therefore, it is safe to donate blood in every 3 months. അതുകൊണ്ട് തന്നെ നമ്മുടെ RBCയുടെ ലൈഫ് സ്പാനൊക്കെ നമുക്കറിയാം 120 days ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 3 മാസത്തിലൊരിക്കൽ ബ്ലഡ് ഡൊണേഷൻ സേഫ് ആൻഡ് സിമ്പിൾ പ്രൊസീജിയർ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഇസ് ഡൺ വിത്ത് ദ ബ്ലഡ് കളക്ടഡ്. നമ്മൾ ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് കൊടുത്തു, എന്നിട്ട് അവിടെ എന്താണ് നമ്മുടെ ബ്ലഡ് കൊണ്ട് സംഭവിക്കുന്നത്? ബ്ലഡ് എടുക്കുന്നതെന്ന് പറഞ്ഞത് ബ്ലഡ് ഇസ് കളക്ടഡ് ഇൻ സ്റ്റെറൈൽ പൈറോജൻ ഫ്രീ കണ്ടെയ്നേഴ്സ് വിത്ത് ആന്റികോയാഗുലൻസ് ലൈക്ക് CPD ഓർ CPDA. അത് സിട്രേറ്റ് ഫോസ്ഫേറ്റ് ഡെക്സ്ട്രോസ് അല്ലെങ്കിൽ സിട്രേറ്റ് ഫോസ്ഫേറ്റ് ഡെക്സ്ട്രോസ് അഡിനിൻ എന്നുള്ള ആന്റികോയാഗുലൻസ് യൂസ് ചെയ്താണ് വിത്ത് SAGM. അത് അഡിക്റ്റീവ് സബ്സ്റ്റൻസ് ആണ് ദാറ്റ് പ്രിവെന്റ്സ് ദ ക്ലോട്ടിംഗ് ആൻഡ് പ്രൊവൈഡ് ന്യൂട്രീഷൻ ഫോർ ദി റെഡ് സെൽസ്. ഇത് നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുന്നത് സ്റ്റെറൈൽ ആയിട്ടുള്ള പൈറോജൻ ഫ്രീ ആയിട്ടുള്ള ഒരു കണ്ടെയ്നേഴ്സിലാണ്. അതിൽ ആന്റികോയാഗുലൻസ് ഉണ്ടാവും വിത്ത് അഡിക്റ്റീവ് സൊല്യൂഷൻസ് ഉണ്ടാവും. അത് നമ്മുടെ ക്ലോട്ടിങ്ങിനെ പ്രിവെന്റ് ചെയ്യുകയും അതേപോലെ റെഡ് RBCക്ക് ന്യൂട്രീഷൻ കൊടുക്കുകയും ചെയ്യും. ആൻഡ് ദിസ് ബ്ലഡ് ഇസ് സ്റ്റോർഡ് അറ്റ് 2 to 6 degree or -20 degree ഡിപ്പെൻഡിങ് ഓൺ ദി കോമ്പണൻസ് സെപ്പറേറ്റഡ്. നമുക്ക് കോമ്പണൻസ് സെപ്പറേറ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ 2 to 6 degree സെൽഷ്യസിലോ മുതൽ -20 degree സെൽഷ്യസിലോ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ -20 degree അങ്ങനെയാണ് നമ്മളത് സ്റ്റോർ ചെയ്യുന്നത്. Donated blood undergoes various tests like blood grouping, antibody testing of infections like hepatitis, AIDS, malaria, syphilis, and before it reaches the recipient, it undergoes compatibility testing with the recipient blood. അതായത് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്ന ബ്ലഡ് ഗ്രൂപ്പിംഗ് ചെയ്യും, അതേപോലെ ആന്റിബോഡി ഡിറ്റക്ഷൻ, പിന്നെ ഹെപ്പറ്റൈറ്റിസ്, AIDS, മലേറിയ, സിഫിലിസ് ഇങ്ങനെയുള്ള ഒരുപാട് ടെസ്റ്റുകൾക്ക് ശേഷമാണ് ഒടുവിൽ കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിംഗ് വരെ ചെയ്തതിന് ശേഷമാണ് ഒരു ബ്ലഡ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഓഫ് ബ്ലഡ് അല്ലെങ്കിൽ ബ്ലഡ് കോമ്പോണൻസ് ഒരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, മോഡേൺ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. 15ാം നൂറ്റാണ്ടിൽ തുടങ്ങി ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ന് ഈ കൊല്ലം വരെ ആയിരിക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് ബാങ്കിങ് അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വളർന്നിട്ടുണ്ട്. ആൻഡ് ദ മോഡേൺ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ബേസിക്കലി ഡീൽ വിത്ത് ഒപ്റ്റിമൽ യൂസ് ഓഫ് 1 unit ഓഫ് ബ്ലഡ്. അതായത് നമ്മുടെ മോഡേൺ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഏറ്റവും ഒപ്റ്റിമൽ ആയിട്ട് 1 unit ഓഫ് ബ്ലഡ് എത്ര പേർക്ക്, നമുക്ക് നേരത്തെ അച്ഛനും മാഡം ഒക്കെ പറഞ്ഞു 1 unit ബ്ലഡ് നമുക്ക് 4 പേർക്ക് വരെയൊക്കെ നമുക്ക് കൊടുക്കാം. അങ്ങനെയുള്ള കണ്ടീഷനിലേക്ക് വരെ ഒപ്റ്റിമൽ യൂസ് ഓഫ് ബ്ലഡ് വരെ ഇന്ന് നമ്മുടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഫോളോ ചെയ്യുന്നു. ആൻഡ് 1 unit all blood is separated into components making it available to different patients according to their requirement. അതായത് 1 unit ഓഫ് ബ്ലഡ് പേഷ്യൻസിന്റെ റിക്വയർമെന്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്കിപ്പോൾ പേഷ്യൻസിന് പ്ലാസ്മയാണോ വേണ്ടത്, അപ്പോൾ അതിന് പ്ലാസ്മ സെപ്പറേറ്റ് ചെയ്തെടുക്കാനും അതിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ്സ് ആണോ പ്ലേറ്റ്ലെറ്റ് സെപ്പറേറ്റ് ചെയ്തെടുക്കാനും ഗ്രാനുലോസൈറ്റ് ആണോ ഗ്രാനുലോസൈറ്റ് സെപ്പറേറ്റ് ചെയ്തെടുക്കാനും അത് അക്കോർഡിംഗ് ടു ദി പേഷ്യന്റ് റിക്വയർമെന്റ് പേഷ്യന്റിന് എന്താണ് ആ സമയത്ത് ആവശ്യം, എന്താണ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ ആവശ്യം, അതിന്റെ അടിസ്ഥാനത്തിൽ മോഡേൺ ബ്ലഡ് ബാങ്കിങ് അല്ലെങ്കിൽ മോഡേൺ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഡെവലപ്പ് ആയിട്ടുണ്ട്. ആൻഡ് ദിസ് 1 unit blood is converted to packed cell volume
fresh frozen plasma, platelet concentrate, and platelet pure plasma, cryoprecipitate, and granulocyte concentrate. അതായത് ഈ ഒരു യൂണിറ്റ് ബ്ലഡ് നമുക്ക് പാക്ട് സെൽ വോളിയം ആക്കാം, ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ ആക്കാം, പ്ലേറ്റ്ലെറ്റ് കോൺസെൻട്രേറ്റ് ആക്കാം, ആൻഡ് ദ പ്ലേറ്റ്ലെറ്റ് പ്യൂർ പ്ലാസ്മ ആക്കാം, ക്രയോപ്രസിപ്പിറ്റേറ്റ് ആക്കാം, ആൻഡ് ഗ്രാനുലോസൈറ്റ് കോൺസെൻട്രേറ്റ് ആക്കാം. ഇത്രയും ഒരു യൂണിറ്റ് ഓഫ് ബ്ലഡ് കൊണ്ട് ഒരുപാട് പേർക്ക് അല്ലെങ്കിൽ ഒരുപാട് രീതിയിൽ നമുക്ക് ആവശ്യമനുസരിച്ച് ഒപ്റ്റിമൽ യൂസിലേക്ക് നമ്മുടെ മോഡേൺ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഡെവലപ്പ് ആയിട്ടുണ്ട്. ഈ മോഡേൺ ട്രാൻസ്ഫ്യൂഷന്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആണ് അഫറസിസ്. നമുക്ക് കേട്ടിട്ടുണ്ടാവും അഫറസിസ്. അനദർ ഇമ്പോർട്ടന്റ് പ്രാക്ടീസ് ഇസ് അഫറസിസ്. എന്താണ് അഫറസിസ് എന്ന് പറയുന്നത്? ദിസ് സെപ്പറേഷൻ ഓഫ് ഓൺലി ഡിസൈർഡ് കമ്പോണന്റ് ഫ്രം ദി ഡോണർ ആൻഡ് അൺഡിസൈർഡ് കമ്പോണൻസ് റിട്ടേണിംഗ് ടു ദ ബ്ലഡ് ഡോണർ. അതായത് നമുക്ക് ആവശ്യമുള്ള ബ്ലഡ് മാത്രം ഡോണറിൽ നിന്ന് എടുത്തിട്ട് ഉള്ള ബ്ലഡ് കമ്പോണൻസ്, അതായത് അൺഡിസൈഡ് ആയിട്ടുള്ള നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമെല്ലാം ഡോണറിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറാണ് അഫറസിസ്. അതായത് ഒരു മിഷനിലേക്ക് നമ്മുടെ കണക്ട് ചെയ്യും ബ്ലഡ് ഡൊണേഷൻ ചെയ്യുന്ന പോലെ നമുക്കിപ്പോൾ പ്ലേറ്റ്ലെറ്റ് ആണ് ആവശ്യം അല്ലെങ്കിൽ പ്ലാസ്മയാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡിൽ നിന്ന് പ്ലാസ്മ മാത്രം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള ബ്ലഡ് കമ്പോണൻസ് എല്ലാം ഡോണറിലേക്ക് തന്നെ പറയുന്നത്. പ്ലേറ്റ്ലെറ്റ് ആണ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ പ്ലേറ്റ്ലെറ്റ് അഫറസിസ്, ലൂക്കോസൈറ്റ്സ് ആണ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നെങ്കിൽ ലൂക്കോഫറസിസ്, പ്ലാസ്മയാണെങ്കിൽ പ്ലാസ്മ അഫറസിസ്, എങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഉണ്ട്. ആൻഡ് ദിസ് മെത്തഡ് ഇസ് ഓൾസോ യൂസ് ടു റിമൂവ് പത്തോളജിക്കൽ കമ്പോണൻസ് ഫ്രം ദി സർക്കുലേറ്റിംഗ് ബ്ലഡ് തെറാപ്യൂട്ടിക് എന്നാണ് പറയുന്നത്. നമ്മുടെ ബ്ലഡ് കമ്പോണൻസിനേക്ക് ഇതേപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഈ അഫറസിസ് എന്നുള്ള മെത്തേഡ് വഴി. അതിനെ നമ്മൾ തെറാപ്യൂട്ടിക് അഫറസിസ് എന്നാണ് പറയുന്നത്. ഇതാണ് മോഡേൺ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഓക്കെ, ഇൻസ്ട്രക്ഷൻസ് ടു ഡോണർ ആഫ്റ്റർ ബ്ലഡ് ഡൊണേഷൻ. ബ്ലഡ് ഡൊണേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോണർ എന്തൊക്കെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം? ആഫ്റ്റർ ഡൊണേറ്റിംഗ് ബ്ലഡ്, ഡു നോട്ട് ഗെറ്റ് അപ്പ് ഫ്രം ദി ബെഡ് ഇമീഡിയറ്റ്ലി. ലൈ ഡൗൺ ഫോർ next 5 minutes, sit up for some time, and if you do not feel anything unusual, get up and proceed to refreshment area. ആദ്യം നമ്മൾ ബ്ലഡ് ഡൊണേഷന് ശേഷം പെട്ടെന്ന് തന്നെ ചാടിക്കേറി എണീക്കാനൊന്നും നിൽക്കരുത്. ഒരു 5 മിനിറ്റ് അവിടെ റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് അൺയൂഷ്വൽ ആയിട്ട് ഒന്നും ഫീൽ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എണീക്കാം. ദെൻ ഗോ ടു റിഫ്രഷ്മെന്റ് ഏരിയ. അവിടെ നമുക്ക് എന്താണ് ജ്യൂസും ചായ അല്ലെങ്കിൽ അതേപോലെ റിഫ്രഷ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വാട്ടർ എല്ലാം അവൈലബിൾ ആയിരിക്കും. ആൻഡ് പ്ലീസ് കീപ് ദി ആം ഓഫ് ദി ബ്ലഡ് donation raised for 10 minutes with firm pressure at the site of donation. അതായത് നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ചെയ്ത കൈ ഒരു നമ്മുടെ ബോഡി താഴ്ത്തിയിടാതെ നമ്മുടെ ബോഡി ലെവലിൽ തന്നെ പിടിച്ച് ഒരു 10 മിനിറ്റ് പ്രസ് ചെയ്ത് പിടിക്കുന്നത് നമ്മുടെ ആ ഒരു ബ്ലഡിന്റെ ആ ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ ആ ബ്ലഡ് ക്ലോട്ടിന് ഹെൽപ്പ് ചെയ്യും. ആൻഡ് പ്ലാസ്റ്റർ വിൽ ബി സ്റ്റക്ക് ദി വെനിപങ്ക്ചർ സൈറ്റ് ഫ്രം വേർ ദി ബ്ലഡ് ഹാസ് കളക്റ്റഡ്. നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് ഒരു പ്ലാസ്റ്റർ നമുക്ക് ഒട്ടിച്ചിട്ട് നമുക്ക് ഒട്ടിക്കാം. നെക്സ്റ്റ്, ഡ്രിങ്ക് പ്ലെന്റി ഓഫ് ലിക്വിഡ്സ് ഫോർ ദി ഹോൾ ഡേ. അന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ ബ്ലഡ് നമുക്ക് 352 അല്ലെങ്കിൽ 450 ml നമ്മുടെ ബ്ലഡിൽ എടുത്തത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ വെള്ളം കുടിക്കാം. ആൻഡ് ഈറ്റ് വെൽ ആൻഡ് ഡു നോട്ട് റിമെയിൻ ഹംഗ്രി. നല്ല രീതിയിൽ ഫുഡ് കഴിക്കാം, വിശന്നിരിക്കാനുള്ള ഇടവേളകൾ ഉണ്ടാകാതിരിക്കുക. പിന്നെ ഡു നോട്ട് സ്മോക്ക് ഫോർ ഹാഫ് ആൻ അവർ. അരമണിക്കൂർ നേരത്തേക്കെങ്കിൽ പോലും സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക സ്മോക്കേഴ്സ് ആണെങ്കിൽ. ആൻഡ് എക്സസൈസ് ഓൺ ദാറ്റ് ഡേ. അന്നത്തെ ദിവസം ഹെവി എക്സസൈസ് നിങ്ങളിലേക്ക് ഒന്നും പോകാണ്ടിരിക്കുക. ആൻഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമുക്ക് വരാൻ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവിംഗ് മാക്സിമം ഒഴിവാക്കാം. ആൻഡ് ഡു നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ സ്പോർട്സ് ഗെയിംസ് ഓൺ ദ ഡേ ഡൊണേഷൻ. നമ്മുടെ ഒരുപാട് എനർജി യൂസ് ചെയ്യുന്ന ആ സ്പോർട്സ് ഗെയിംസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്നത്തെ ഒരു ദിവസത്തേക്ക് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ആൻഡ് ഇഫ് ദർ ഇസ് എനി ബ്ലീഡിംഗ് ഫ്രം ദി പ്ലേസ് ഫ്രം വെയർ ബ്ലഡ് ഇസ് കളക്റ്റഡ്, അപ്ലൈ പ്രഷർ ആൻഡ് റൈസ് ദി ആം ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. നമുക്ക് എന്തെങ്കിലും ബ്ലഡ് കളക്ഷൻ ചെയ്ത ഏരിയയിൽ നിന്ന് എന്തെങ്കിലും ബ്ലീഡിങ് ആ കാര്യങ്ങളും വരുന്നുള്ളതായിട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്ലൈ പ്രഷർ ആൻഡ് റൈസ് ദി ആം ഫോർ ഫ്യൂ മിനിറ്റ്സ്. ഒന്ന് പ്രഷർ അപ്ലൈ ചെയ്തിട്ട് കൈ നമ്മുടെ ബോഡി ലെവലിൽ കുറച്ചും കൂടി ഒന്ന് പൊക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബ്ലീഡിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഫോർ എ ബ്ലഡ് ഡോണർ? നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതുകൊണ്ട് പലർക്കും തോന്നുന്നു എനിക്ക് എന്ത് ഗുണമാണുള്ളത്. യെസ്, യു ഹാവ് ബെനിഫിറ്റ്. നമുക്കും ബെനിഫിറ്റ്സ് ഉണ്ട്. വാട്ട് ആർ ദി? ഡെവലപ്മെന്റ് ഓഫ് ന്യൂ റെഡ് സെൽസ്. നമ്മൾ ബ്ലഡ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നിന്ന് ഒരു 350 to 450 ml നമ്മൾ ബ്ലഡ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഹെമറ്റോപോയറ്റിക് സെൽസിനെയൊക്കെ പെട്ടെന്ന് ആക്ടിവേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ന്യൂ റെഡ് സെൽസ് ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് റെഡ്യൂസിങ് ദ റിസ്ക് ഓഫ് ഹേർട്ട് ഡിസീസിനെ ഈ ബ്ലഡ് ഡൊണേഷൻ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡിക്രീസ് റിസ്ക് ഓഫ് ഹൈപ്പർ ടെൻഷൻ.
ഹൈപ്പർ ടെൻഷൻ, നല്ല ഹൈ പ്രഷർ ഉള്ളവർക്കൊക്കെ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ നമുക്ക് കുറക്കുന്നുണ്ട്. ആൻഡ് ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് ലൈക്ക് പൾസ്, ബ്ലഡ് പ്രഷർ, ഹീമോഗ്ലോബിൻ ലെവൽ, നമുക്കൊരു ഫ്രീ ആയിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പ് നമുക്ക് കിട്ടും. നമ്മുടെ പൾസ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റും, ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാൻ പറ്റും, ഹീമോഗ്ലോബിൻ ലെവൽ ചെക്ക് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതോടൊപ്പം തന്നെ വേരിയസ് ഡിസീസ് ഉണ്ടോ, അതായത് HIV ഉണ്ടോ, ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടോ, സി ഉണ്ടോ, സിഫിലിസ് ഉണ്ടോ, അല്ലെങ്കിൽ മലേറിയ, അങ്ങനെ എന്തെങ്കിലും വൈറൽ ഡിസീസ് നമുക്കുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത് വഴി നമുക്കൊരു ഫ്രീ ചെക്കപ്പ് കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ ലഭിക്കുകയാണ്. ദാറ്റ് ആർ ദ ബെനിഫിറ്റ്സ് ഫോർ എ ബ്ലഡ് ഡോണർ. നെക്സ്റ്റ്, മിത്സ് വിഎസ് ഫാക്ട്സ്. നമ്മളിൽ പലർക്കും അല്ലെങ്കിൽ സാധാരണക്കാർക്കാണെങ്കിൽ പോലും ഉണ്ടാകുന്ന കുറെ ധാരണകളാണ്. അതിനാണ് മിത്ത് വിഎസ് ഫാക്ട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മിത്സ് പറയുകയാണെങ്കിൽ ബ്ലഡ് ഡൊണേഷൻ ലെറ്റ്സ് ടു വീക്ക്നെസ്, അതായത് ബ്ലഡ് ഡൊണേഷൻ എന്നെ ഭയങ്കര തളർച്ചയിലേക്ക് നയിക്കുന്നതാണ്. അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പ്രൊഹിബിറ്റ് ബ്ലഡ് ഫ്രം പ്രൈവറ്റ് ബ്ലഡ് ബാങ്ക്സ്, അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രൈവറ്റ് ബ്ലഡ് ബാങ്കിൽ നിന്നുള്ള ബ്ലഡും കാര്യങ്ങളൊക്കെ പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ബ്ലഡ് ബാങ്കിങ് ഇസ് എ കൊമേഴ്ഷ്യൽ പ്രോഫിറ്റ് ആൻഡ് മേക്കിംഗ് ആക്ടിവിറ്റി. ബ്ലഡ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ, പൈസക്ക് വേണ്ടി നടത്തുന്ന ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ പൈസക്ക് വേണ്ടി നടത്തുന്ന ഒരു പ്രൊസീജിയേഴ്സ് ആണ്, അല്ലെങ്കിൽ പൈസക്ക് വേണ്ടി നടത്തുന്ന ഒരു സിസ്റ്റം ആണെന്നുള്ള ധാരണയുണ്ട്. ആൻഡ് വുമൻസ് ആൻഡ് ഗേൾസ് കനോട്ട് ഡൊണേറ്റ് ബ്ലഡ്. സ്ത്രീകളും കുട്ടികളും അങ്ങനെ, സ്ത്രീകളൊക്കെ പ്രത്യേകിച്ച് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അവർക്ക് അങ്ങനെ ബ്ലഡിന് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പിന്നെ പെയിൻഫുൾ നീഡിൽ പ്രിക്ക്, അതായത് വലിയ നീഡിലാണ് യൂസ് ചെയ്യണം, അതുകൊണ്ട് തന്നെ ഭയങ്കര പെയിൻ ആയിരിക്കും, ഒരുപാട് നിൽക്കുന്ന പെയിൻഫുൾ നീഡിൽ പ്രിക്ക് ആയിരിക്കും. ആൻഡ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഐ ഹാവ് എ കോമൺ ബ്ലഡ് ഗ്രൂപ്പ്, എനിക്ക് കോമൺ ബ്ലഡ് ഗ്രൂപ്പ് ആണ്, എനിക്കൊരു എ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണല്ലോ, അതുകൊണ്ട് എല്ലാവർക്കും ഉള്ളതാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഡൊണേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും ഉള്ളതല്ലേ എന്നുള്ള തെറ്റായ ധാരണ. അതുപോലെ തന്നെ ഐ ഡോണ്ട് നോ മൈ ബ്ലഡ് ഗ്രൂപ്പ് സോ ഐ ക്യാൻ ഡൊണേറ്റ്, എനിക്ക് എന്റെ ബ്ലഡ് ഗ്രൂപ്പ് എനിക്കറിയില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഡൊണേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇങ്ങനെയുള്ള ഒരുപാട് ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ ശരിക്കുള്ള ഫാക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ഡൊണേഷൻ നെവർ ലീഡ്സ് ടു വീക്ക്നെസ്, ഇറ്റ്സ് മോർ ഓവർ ബ്രിങ്സ് ഇൻ ടു ന്യൂ എനർജി. ബ്ലഡ് ഡൊണേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീക്ക്നെസ്സിലേക്കല്ല നയിക്കുന്നത്, അത് നമുക്ക് ഒരിക്കലും വീക്ക്നെസ്സിലേക്ക് നയിക്കുന്നില്ല. പക്ഷെ ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വലിന് അത് ഒരു ന്യൂ എനർജിയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ദി NOC issued by the government of India, government hospitals can take blood from any licensed blood bank. ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ബ്ലഡ് ബാങ്കിൽ നിന്ന്, ലൈസൻസ്ഡ് ആയിട്ടുള്ള ബ്ലഡ് ബാങ്കിൽ നിന്ന് ബ്ലഡ് ടേക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ബ്ലഡ് ബാങ്ക് ഇസ് കംപ്ലീറ്റ്ലി ആസ് എ നോൺ പ്രോഫിറ്റ് നോൺ ലോസ് സർവീസ്, നമുക്ക് അതിൽ നിന്ന് ഒരുപാട് ലാഭമോ ഒരുപാട് നഷ്ടമോ ഇല്ലാത്തൊരു സർവീസാണ് ബ്ലഡ് ബാങ്ക്. ആൻഡ് എനി ഹെൽത്ത് ഇൻഡിവിജ്വൽ weighing more than 45 kg and age group of 18 to 60 can donate blood irrespective of their gender. നമുക്ക് പറഞ്ഞ പോലെ വുമൻസിനും ഗേൾസും ഡൊണേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ധാരണകളൊക്കെ ഉണ്ട്. ശരിക്കും 18 to 60 ഹെൽത്തി ആയിട്ടുള്ളവർക്ക് 60 വരെ ആവാം. അങ്ങനെയുള്ളവർക്ക് ജെൻഡറിന്റെ അടിസ്ഥാനത്തിൽ വുമൺ എന്നോ മെൻ എന്നോ ജെൻഡറിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ നമുക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് നീഡിൽ ഇഞ്ചുറി അല്ലെങ്കിൽ നീഡിൽ പെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ സംഭവിക്കാനില്ല. പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു കോമൺ ബ്ലഡ് ഗ്രൂപ്പ് ആണ് എന്നുള്ള ധാരണ കൊണ്ട് തന്നെ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാണ്ടിരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇന്നത്തെ സമൂഹത്തിൽ ഇന്ന് ഇത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് വളർന്നു വരുന്ന ഇന്നത്തെ രാജ്യത്ത് ഒരുപാട് ബ്ലഡ് ഡൊണേഷന്റെ ആവശ്യകത ഏറെയാണ്. പിന്നെ അതുപോലെ പറയുന്നതാണ് എനിക്ക് എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് അറിയില്ല, അതുകൊണ്ട് പിന്നെ എനിക്ക് നോക്കണ്ട അല്ലെങ്കിൽ എനിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, വേണ്ട, നമുക്ക് ബ്ലഡ് ബാങ്കിൽ ചെല്ലാം. അല്ലെങ്കിൽ അവിടെ നമുക്ക് ബ്ലഡ് ഗ്രൂപ്പിംഗ് നമുക്ക് ആദ്യമേ അവിടുത്തെ ടെക്നീഷ്യനോട് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മളോട് തന്നെ അത് പറയുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകളാണ് നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെതിരായിട്ട് ശരിക്കുള്ള കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ എല്ലാവരും അവബോധരായിരിക്കണം. നെക്സ്റ്റ്, one cannot make blood, it is a gift we all have inside of us to give to those who are injured, sick or in need. നമുക്കറിയാം ഒരാൾക്കും ഇന്നും ബ്ലഡ് പുറത്ത് അല്ലെങ്കിൽ ബ്ലഡ് നമുക്ക് കൊമേഴ്ഷ്യലി അല്ലെങ്കിൽ ഇൻവിട്രോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ആൻഡ് അതുകൊണ്ടാണ് വൺ കനോട്ട് മേക്ക് ബ്ലഡ്, ഇറ്റ്സ് എ ഗിഫ്റ്റ് വെൽ ഓൾ ഹാവ് ഇൻസൈഡ് ഓഫ് us. നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ് ഫ്രം ദി ഓൾമൈറ്റി ഗോഡ്. നമ്മുടെ ഉള്ളിൽ കിട്ടിയിരിക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ്, അല്ലെങ്കിൽ അതായത് മുറിവേറ്റവർക്ക്, ഇഞ്ചുർഡ് ആയവർക്ക് അല്ലെങ്കിൽ ആവശ്യമുള്ളവർക്കെല്ലാം കൊടുക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ ഒരു മഹാദാനം പോലെ നമുക്ക് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ കിട്ടിയിരിക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ് ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത്. ആൻഡ് യു ഡോണ്ട് ഹാവ് ടു ബി എ ഡോക്ടർ ടു സേവ് ലൈഫ്, ജസ്റ്റ് ഡൊണേറ്റ് ബ്ലഡ്. ഇറ്റ്സ് സേഫ്, ഇറ്റ്സ് സിമ്പിൾ ആൻഡ് ഇറ്റ് സേവ്സ് ലൈഫ്. നീ ഒരു ഡോക്ടറാകണമെന്നോ, നീയോ ഞാൻ ഒരു ഡോക്ടർ ആകണമെന്നോ അല്ലെങ്കിൽ വലിയൊരു മെഡിക്കൽ പ്രൊഫഷണൽ ആകണമെന്നോ എന്ന് ഒരു ഇതുമില്ല. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ജസ്റ്റ് ഡൊണേറ്റ് ബ്ലഡ്, ഇറ്റ് സേവ്സ് ലൈഫ്. അതൊരു ജീവൻ രക്ഷിക്കും, അതൊരു സിമ്പിൾ ആൻഡ് സേവ് ലൈഫ് ആണ്. ഒരുപാട് പേരെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ ഒരു ഡോക്ടർ ആകണമെന്നോ ഒന്നുമില്ല. നിന്റെ ഉള്ളിലുള്ള ആ ഒരു ബ്ലഡിന് അല്ലെങ്കിൽ ആ ഒരു
ബ്ലഡിന് നമുക്ക് കൊടുക്കാൻ സന്നദ്ധരാണെങ്കിൽ ഒരുപാട് പേർക്ക് നമുക്ക് അതുപോലെ ജീവൻ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് രക്തദാനം മഹാദാനം എന്ന് നമ്മൾ ബാല്യകാലം മുതലേ നമ്മൾ പറഞ്ഞും ചൊല്ലിയും കേട്ടിട്ടുള്ളത്. ആൻഡ് തീം ഓഫ് ദി ഇയർ, ഗീവ് ബ്ലഡ് ആൻഡ് കീപ് ദി വേൾഡ് ബീറ്റിംഗ്. ബ്ലഡ് കൊടുക്കുക, നമ്മുടെ ജീവന്റെ സ്പന്ദനത്തെ പിടിച്ചു നിർത്തുക, അല്ലെങ്കിൽ അതാണ് ഈ വർഷത്തെയും നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇതാണ് തീം, ഗിവ് ബ്ലഡ് ആൻഡ് കീപ് ദി വേൾഡ് ബീറ്റിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ജസ്റ്റ് ഇതിന്റെ ഹിസ്റ്ററി പറഞ്ഞു, എന്താണ് ബ്ലഡിന്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞു. നെക്സ്റ്റ്, വൈ ഷുഡ് ബി ഡൊണേറ്റ് ബ്ലഡ്, എന്തിനാണ് നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തെ പറ്റി നമ്മൾ പറഞ്ഞു. ബ്ലഡിന്റെ ടൈപ്സും മാച്ചിങ്ങും നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു. ABO ഗ്രൂപ്പും അങ്ങനെയുള്ള യൂണിവേഴ്സൽ ഡോണറും യൂണിവേഴ്സൽ റെസിപ്പിയന്റും നമ്മൾ പറഞ്ഞു. അതിന്റെ ഒരു ഡോണർ ബ്ലഡ് ബാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെക്ക് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് നമ്മൾ പറഞ്ഞു. കണ്ടീഷൻസ് ഓഫ് ദി ഡോണർ ഹെൽത്ത്, ഡോണേഴ്സിന്റെ ഏതൊക്കെ കാറ്റഗറിയിലുള്ള ഡോണർ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഹെൽത്തിന് എഫക്ട് ചെയ്യും എന്ന് പറഞ്ഞു. അതിന്റെ കണ്ടീഷൻസ് ഫോർ ഡെഫറൽ നമ്മൾ പറഞ്ഞു. കണ്ടീഷൻ ഫോർ റിജക്ഷൻ ആൻഡ് എത്ര ടൈപ്സ് ഓഫ് ഡോണേഴ്സ് ഉണ്ട്, ആൻഡ് വേർ ഇറ്റ് ഇസ് പോസിബിൾ, ബ്ലഡ് ഡൊണേഷൻ നമുക്ക് എവിടെയൊക്കെ പോസിബിൾ ആണ്, ആൻഡ് ഹൗ മച്ച് ബ്ലഡ് ക്യാൻ ടേക്കൻ, നമ്മൾ എത്രയൊക്കെ ബ്ലഡ് എടുക്കുന്നുണ്ട്, ആൻഡ് വാട്ട് ഇസ് ഡൺ വിത്ത് ബ്ലഡ് കളക്റ്റഡ്, നമ്മുടെ അതിൽ നിന്ന് ബ്ലഡ് എടുത്തിട്ട് അവരെന്താണ് ചെയ്യുന്നത്, ആൻഡ് മോഡേൺ ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് അഫിലിസിസ്, ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ടു ഡോണേഴ്സ് ആഫ്റ്റർ ഡൊണേഷൻ, ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് എ ഡോണർ, ഫൈനലി myths and facts. That's all about my seminar presentation. Thank you. Thank you, Binjata, for your great presentation. This formal section has come to an end. Thank you all for being today and taking the time to patiently listen. I wish you all a blessed day. Thank you. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ ഭാഗത്ത് നിന്ന് നന്ദി. നന്നായിട്ട് ഓർഗനൈസ് ചെയ്തു. എക്സലന്റ് പ്രോഗ്രാം കേട്ടോ. Thank you, Father. Thank you so much. Thank you, Father. ഓക്കെ കേട്ടോ, ശരി. Okay, thank you.